അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന
ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ ആമേൻ. ഈ ദിവസങ്ങൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു വചനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന് 24:5-6. അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് ഏത് സ്ത്രീയാണെന്നറിയാലേ ഇത്? അതായത് എബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിന് തൻ്റെ ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഭൃത്യനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഭാഗമാണ്. ആ സ്ത്രീ വെച്ചാൽ ഈ ഭൃത്യം പോയി കണ്ടെത്താൻ പോകുന്ന എബ്രാഹത്തിന്റെ വധുവായി വരാൻ പോകുന്ന സ്ത്രീക്ക് എന്നോട് കൂടെ ഈ ഭൃത്യനോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. അതായത് പെണ്ണ് കെട്ടില്ലേലും കുഴപ്പമില്ല, എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത്. ഒരു ഉടമ്പടി പ്രകാരമാണ് അബ്രഹാം ആ നാട് വിട്ടുപോകുന്ന ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു. ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാന പ്രകാരം ഇസഹാക്ക് ജനിച്ചു. അപ്പോഴേ ഇനി അവിടെ മുമ്പിലുള്ള ഒരു എബ്രാഹത്തിന് മുമ്പിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയണത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ, പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ സ്ത്രീക്ക് ഭൃത്യൻ്റെ കൂടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം അത് വരുത്താത്തതായിരിക്കുമെന്ന് ചിന്തിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഞാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ എൻ്റെ മകനെ കൊണ്ടുപോകരുത്. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായേ. സാക്ഷ്യം ഒരു 7 കൊല്ലമായിട്ട് ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും മക്കളില്ല. അപ്പോൾ അവർ പല ചികിത്സകളെല്ലാം കഴിഞ്ഞ് ഉടമ്പടി എടുത്തു. എൻ്റെ അടുത്ത് വന്നു ഞാൻ അവരുടെ ആപ്ലിക്കേഷൻസും പ്രാർത്ഥനയൊക്കെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടിലും ഒരു മാർഗമേ സ്വീകരിക്കാവൂ. ഒന്നെങ്കിൽ നിങ്ങൾ മെഡിസിനും ട്രീറ്റ്മെൻറ്റുമായിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുക, ദൈവം തന്നാൽ മാത്രം മതി എന്ന് പറയുക. ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചെയ്യണമെന്ന് അറിയാമോ? ആൾക്കാർ ഈ കാര്യം ചെയ്യണത് മരുന്ന് എടുക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് പ്രശ്നം വെച്ചാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. അവിടെ ദൈവം പാതിയും താൻ പാതിയൊന്നുമില്ല, അത് ബട്ട് ബൈ ഗ്രേസാണ്. മെറിറ്റ് ഇല്ല അവിടെ. താൻ എന്ന് പറയുന്നത് മെറിറ്റാണല്ലോ അവിടെ. ഉടമ്പടിയിൽ അതില്ല. അപ്പം അതുകൊണ്ട് ഉടമ്പടി ഫോർമുല അനുസരിച്ചാണ് ഞാൻ ഉപദേശം കൊടുത്തത് അവർക്ക്. കാര്യം കരിസ്മാറ്റിക് കൗൺസിലിങ്ങും ഉടമ്പടി കൗൺസിലിങ്ങും വ്യത്യാസമുണ്ട് ശരിക്കും. ഞാനിവിടെ പറഞ്ഞു ഉടമ്പടി ഇതാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ്. അപ്പം ഞാൻ കൃപ ഊർജിതമാക്കാനും ഉൽപ്പാദിപ്പിക്കാനും ശക്തിപ്പെടുത്താനും അതനുസരിച്ച് ജീവിക്കാനും ആ ജീവിത രീതി ടൈറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൃപയ്ക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ പറഞ്ഞു നിങ്ങൾ അവസാനം ദൈവം ഇത് തരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ മരുന്നും കഴിച്ചാൽ മഹത്വം ആർക്ക് പോകും? മരുന്നിന് പോകും. ദൈവം പറ്റും. അത് അങ്ങനെയാണ് ആൾക്കാർക്ക് പറ്റണത്. അപ്പോൾ ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്നൊരു തീരുമാനം എടുത്താൽ ദൈവം തരാനുള്ള കേസാണെങ്കിൽ അപ്പം തന്നെ ദൈവം തരും. അപ്പോൾ ആ മഹത്വം ആർക്കാണ്? ഇപ്പം നിങ്ങൾ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ജോലി നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്ന അവസ്ഥ എങ്ങനെ അറിയാവോ? അവരിങ്ങനെ ഉടമ്പടിയൊക്കെ ചെയ്യും. ഉടമ്പടി ചെയ്ത് ജോലിയൊക്കെ കിട്ടുമേ. ജോലി കിട്ടുമ്പോൾ വന്ന് സാക്ഷിയൊക്കെ പറയും. പിന്നെ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉടമ്പടി ജീവിക്കത്തില്ല. അതിൻ്റെ കാര്യത്തിൽ അവർ ഒരു 3 മാസം കഴിയുമ്പോൾ ചെകുത്താൻ അവരോട് പറയും, ഇതിപ്പോൾ ഗവൺമെൻറ് ജോലിയല്ലേ, അതിപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ നിനക്ക് കിട്ടുമായിരുന്നു, നിൻ്റെ മാർക്കല്ല, അപാര മാർക്കല്ല നിനക്ക്,
അത്തരം മാർക്കില്ലല്ലോ. അപ്പോൾ ഉടമ്പടി എടുത്ത് അപ്പം അത് കാലാന്തരത്തിൽ അത് ലോകത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ മേഖലയിൽ നിൽക്കണം. അപ്പം നീ അയ്യോഭാവിയാണ്, പറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തിനെ തേടി നടക്കുന്ന ആളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറ്റിക്കപ്പെടും. അതെനിക്കറിയാവുന്ന കൊണ്ട്, ഈ കുഞ്ഞ് ചേരുവർക്ക് ജനിക്കും എന്നെനിക്കറിയാവുന്ന കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായിട്ട് മെഡിസിൻ ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഉടമ്പടി തന്നെ ഫോളോ ചെയ്യാൻ പറയും. അപ്പോൾ അതിന് ആ മാസം ഗർഭിണിയായി അവർ ആ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നൻ്റായി. ഒരു മരുന്ന് ഉപയോഗിക്കാതെ തന്നെയാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. പക്ഷെ അവർ മരുന്നും കൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ മഹത്വം മുഴുവനും ഡിവൈഡ് ചെയ്ത് പോയിട്ട് പിന്നീട് നമ്മൾ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഹെൽത്തി റിലേഷനായി പോകും. നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് ഉടമ്പടി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതാണ്, അതായത് ദൈവമായിട്ട് ഉടമ്പടി വിധിപ്രകാരം ജീവിക്കാനുള്ള രീതികളെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ഇടറ് സംഭവിച്ചാലും എൻ്റെ മകനെ നീ അങ്ങോട്ട് കൊണ്ടുപോകരുതെന്ന് അഭിപ്രായം. അവൻ കെട്ടിയതിലും കുഴപ്പമില്ല, എൻ്റെ മകനെ കൊണ്ടുപോകരുത്. എൻ്റെ അഭിപ്രായം പറയുമ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം? ഉടമ്പടിക്കാണ് അനുസരിച്ചുള്ള ജീവിതം. ഇപ്പം നമുക്ക് ഉടമ്പടിക്ക് വേണ്ടി ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് പിന്നെ തരികിട കളിച്ച് നിൽക്കണത്. അല്ലെങ്കിൽ ദൈവത്തിനൊക്കെ വേണ്ടി സത്യസന്ധത നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഫ്രോഡുകൾ വന്ന് ഉടമ്പടി എടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. അതാ എടുത്തു പോയാൽ നിങ്ങൾ സത്യസന്ധത കാണിക്കണം. ഓക്കെ, എല്ലാ ചിന്തയും എല്ലാ സങ്കടങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ചിന്തയും പുറമേയുള്ള ചിന്തകളെല്ലാം ഇനി ഇതിലിരുന്ന് പുറത്തു പോയാൽ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എന്താവും, അതെല്ലാം ചിന്ത മാറ്റിവെച്ചു. നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ, ഉടമ്പടിക്ക് വരുമ്പോൾ തന്നെ അത് ദൈവം വിളിക്കാതെ നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല. അത് വിശ്വസിക്കുക. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും, കുറേ തടസ്സങ്ങൾ കഴിഞ്ഞ് വന്നാലും ദൈവം വിളിക്കാതെ ഒരിക്കലും ഇങ്ങ് വന്നിട്ടില്ല. അപ്പോൾ ദൈവം വിളിച്ചെങ്കിൽ ദൈവം ആഗ്രഹിക്കുക നിങ്ങളെ സ്വന്തമാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ നമ്മളെ തന്നെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. വേറെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും. ആവശ്യമില്ലാത്ത സങ്കടങ്ങളും വിചാരങ്ങളും ഒന്നും ആയിരിക്കരുത്. ഒറ്റ കാര്യത്തിൽ സന്തോഷിക്കുക. അവസാനം എന്നെ ദൈവം വിളിച്ചല്ലോ, എനിക്ക് ഈ ദൈവത്തിൻ്റെ സ്വന്തം ഉടമ്പടി വഴി സ്വന്തം ആകാൻ സാധിച്ചല്ലോ, അത്രയും മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഇതിൽ 1-2 പ്രാക്ടിക്കൽ കാര്യമാണ് നമുക്ക് ധ്യാനിക്കേണ്ടത്. ഇതിൽ സംഭവം പിശാച് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ തരും. സങ്കടമാണ് ആധിപത്യം ചെലുത്തുന്നത്. അപ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ അതിൻ്റെ കൂടെ പേടി വരും. പേടി വന്നാൽ വിശ്വാസം പോവും. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ആദ്യം സംഭവിക്കുന്ന അതാണ്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പലവരിക്കും അത് മെക്കാനിക്കലായി പോകാറുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. മടി തോന്നിക്കും. മടിയില്ല. മനസ്സിൽ തോന്നിക്കും, എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നത്? പിന്നെ കാലത്തെ എണീക്കാൻ താമസിക്കും. പിന്നെ അതൊരു കുറ്റബോധമാവും. പിന്നെ മുടങ്ങിപ്പോവും. ഇതുപോലെ പല തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടാവും. നമ്മൾ അത് വിട്ടുപോകും. പിന്നെ പ്രാർത്ഥിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി, എങ്ങനെയും തീർത്താൽ മതി. ജപമാല ചൊല്ലാന്ന് പറയും, ഇപ്പോൾ വേണ്ട, പിന്നെ ആകാം. അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വേറൊരു ജീവിതത്തിലേക്കാണ് പോകുന്നത്, നമ്മൾ റിയൽ ലൈഫിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത എന്താ, കുറച്ച് ദിവസം നമ്മളെ ശീലം എല്ലാം വിട്ടുപോകും. നമ്മളെ ഹാബിറ്റ്സ് മാറിപ്പോവുകയാണ്. തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ നോക്കിയിട്ടില്ലേ, ഈ വർക്ക്ഷോപ്പിൽ കുറേ ദിവസം യൂസ് ചെയ്യാതെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ എന്താകും, അതിൻ്റെ ബാറ്ററി ഡ്രെയിനായി പോകും.
പിന്നെ എത്ര കീ ഇട്ടാലും അത് സ്റ്റാർട്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കാറ് ചിലർ കണ്ടിട്ടില്ലേ, കുറേ ദിവസം യൂസ് ചെയ്യാതെ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകില്ല, ബാറ്ററി ഡൗൺ ആവും, ഡ്രെയിനായി പോവും. അപ്പോൾ എന്താ ചെയ്യുക? ഉന്തി കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കുറേ ദിവസം നമ്മളെ ശീലങ്ങളെല്ലാം മാറും. പ്രാർത്ഥിക്കില്ല, കുറച്ച് പ്രാർത്ഥിക്കും, മെക്കാനിക്കലാവും. നമുക്ക് തന്നെ ഒന്നും പണ്ടത്തെ പോലെ ഇല്ല എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക. പണ്ട് ഞാൻ ദിവസവും കുർബാനയ്ക്ക് നേരത്തെ പോകും, അതൊരു ആകാംക്ഷയോടെ പോകും, സന്തോഷത്തിൽ പോകും. ഇപ്പം ലേറ്റാകും, എന്നാലും പോയിരിക്കും. ഇതൊരു മെക്കാനിക്കലായിപ്പോയി. അതിൻ്റെ കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന അനുഭവം നമുക്ക് കിട്ടാത്തതാണ്. ദൈവാനുഭവം താമസിക്കുമ്പോൾ നമ്മൾ പതുക്കെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രാർത്ഥന കുറഞ്ഞു പോകും, ഡ്രെയിനായി പോകും. ബൈബിൾ വായന കുറഞ്ഞു പോകും. എന്തെങ്കിലുമൊക്കെ വായിക്കും. ചിലവരിക്കും, എല്ലാവർക്കും ഇല്ല ഞാൻ പറയണം, ചിലരിക്കെങ്കിലും ബൈബിൾ വായന നിർത്തിക്കളയും. വായിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ജപമാല ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കില്ല. അത് ഈശോ യോഹന്നാൻ 11:15 പറയുന്നുണ്ട്, ലാസറസ് രോഗിയായിരിക്കുമ്പോൾ ഈശോ അങ്ങോട്ട് ചെല്ലാത്തത്, ഈശോ പറയുക ഞാൻ അവിടെ ഇല്ലാത്തത് അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ദൈവം ഇല്ലാത്തതാണ് ദൈവാനുഭവം ഇല്ലാത്തത്. അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തരുന്നത്. എല്ലാം നിങ്ങൾ ചോദിക്കുന്ന എല്ലാം നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിലെവിടെയാണ് വിശ്വാസം? എവിടെയാണ്? കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതെല്ലാം നമുക്ക് പ്രതികൂലം സംഭവിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം. ദൈവം ഈ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അനുഭവം തരുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടില്ല. അതിൽ വിശ്വാസത്തിൻ്റെ മാർക്ക് വളരെ കുറവ്, 5 മാർക്കാണ്. 100 മാർക്ക് കിട്ടുന്നത് നമുക്ക് അനുഭവം കിട്ടാതിരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അനുഭവം കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്താ വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് അത് വിശ്വസിക്കേണ്ടത്? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? പുഷ് ചെയ്ത് കൊടുക്കും അല്ലേ, കുറച്ച് ഉന്തി കൊടുക്കണം. അപ്പോൾ ബൈ ഫോഴ്സ് ഉന്തണം. ബൈബിൾ വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴാണ് വായിക്കാൻ തോന്നുന്നില്ല ആ സമയത്ത് തന്നെ അപ്പം തന്നെ എടുത്തിട്ട് ഒരു 2 ലൈൻ വായിക്കണം. അത് സമാധാനത്തിൽ ഇരുന്നിട്ട് ശാന്തതയിൽ ഇരുന്ന്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വാതിലടച്ചിട്ട് ഒരു 2 ലൈൻ വായിക്കാൻ തുടങ്ങി. അത് 4 ആയിക്കോളും, പിന്നെ അത് 6 ആവും, 8 ആവും, അങ്ങനെ ആയിക്കോളും. അത് ചാർജ് ചെയ്ത് കൊടുക്കുന്ന ഇച്ചിരി നേരം വണ്ടി പോലും സ്റ്റാർട്ട്. ഞാൻ അത് എന്തിനാ എക്സാമ്പിൾ വണ്ടി പറയണമെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാകില്ല. ഒന്തി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് ഇങ്ങനെ നിർത്തി വയ്ക്കും ചാർജായി കിട്ടാൻ. അപ്പോൾ ഈ ഒരു ശീലം, കാലത്തെ എണിക്കാൻ സാധിച്ചില്ല, 5:30 മണിക്ക് എണിക്കാൻ സാധിച്ചില്ല, കുറേ കാര്യം ഉണ്ടാവും, ന്യായീകരണം ഉണ്ടാവും. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 5:30 മണിക്ക് എണിച്ചിട്ട് ഒരു 2 ആഴ്ച ശീലിക്കുക, പിന്നെ അതായിക്കോളും. ജപമാല ചൊല്ലാൻ തോന്നിയില്ലെങ്കിൽ ഒരു 10 മണി ചൊല്ലി തുടങ്ങുക, പിന്നെ അതിൽ നിർത്ത്. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചൊല്ലണം. പക്ഷെ ബൈ ഫോഴ്സ് ഇന്ന് ഞാൻ ചൊല്ലി തീർത്തിട്ടേ വേറെ എല്ലാം ചെയ്യും. ഞാൻ കുളിക്കാൻ പോണെങ്കിൽ അതിന് മുമ്പേ ഇത് ചൊല്ലും, ഒരു ജപമാല ചൊല്ലിയിരിക്കും. ഇന്നൊരു തീരുമാനം എടുക്കുക, അതൊരു 2 ആഴ്ച നിങ്ങൾ ചൊല്ല്, ചാർജായിക്കോളും. പ്രൈസ് ദി ലോർഡ്. നിന്നിരിക്കണം, പിന്നെ ചൊല്ലണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പിശാച് ചെയ്യുന്നത് വൈകുന്നേരം ചൊല്ലാം, ഇല്ല ഉച്ചയ്ക്ക് ചൊല്ലാം, ഇല്ല യാത്ര ചെയ്യുമ്പോൾ എപ്പോഴേലും ചൊല്ലിക്കോളാം, നല്ല തിരക്ക് പോകുന്ന വഴിക്ക് ചൊല്ലാം, ഒന്നും സാധിക്കില്ല. അത് ചെല്ലുന്നതൊക്കെ മെക്കാനിക്കലായി പോകും. ഒരു 15 മിനിറ്റ് മുമ്പേ എണിച്ചിട്ട് ബെഡിൽ ഇരുന്നതിനെ ചൊല്ലുക, ജപമാല ചൊല്ലുക, ബൈബിൾ വായിക്കുക. അങ്ങനെ ചിലവർക്ക് പിശാച് കൊടുത്തിരിക്കുന്നത്, ഞാൻ കുളിച്ച് പക്ക ക്ലീനായിട്ടാണ് ഞാൻ ചൊല്ലേണ്ടത്, കുളിച്ച് റെഡിയായി പൗഡറൊക്കെ ഇട്ട് ഫ്രഷായിട്ടൊക്കെ ചെയ്യണ്ടേ. നോ, ആത്മാവ് കുളിക്കുന്നത് നിങ്ങൾ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്, ശരീരത്തിലില്ല.
അപ്പോൾ ആത്മാവ് കുളിക്കാൻ എന്ത് ചെയ്യണം? അനുദപിച്ചാൽ മാത്രം മതി. ഒന്നിരുന്ന് ദൈവമേ ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, എനിക്ക് യോഗ്യതയില്ല. അത് ഓർത്തെടുക്കുക. നമ്മൾ ചെയ്ത വാക്കുകളും പാപങ്ങളെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ ആത്മാവ് കുളിച്ച് കഴിഞ്ഞ് എന്നിട്ട് പ്രാർത്ഥിക്കുക. അതിന് കുളിച്ച് റെഡിയായി പല്ല് തേച്ച് അങ്ങനെയൊന്നുമില്ല പ്രാർത്ഥിക്കേണ്ടേ, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ കുറേ അതിലെല്ലാം തടസ്സപ്പെടുത്തും. പിശാച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ അപ്പോൾ വേറെ എന്തെങ്കിലും ജോലി കൊണ്ടും തരും, മാറിപ്പോവും. എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്, പലവരുടെയും പ്രാർത്ഥന മെക്കാനിക്കലായി പോകുന്നുണ്ട്. അത് ആത്മാർത്ഥതയോടെ അതൊരു ആ സമയത്ത് പ്രാർത്ഥന ചൊല്ലണം. അത് തടസ്സപ്പെട്ട് പോകരുത്. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കമെന്നതിൻ്റെയൊക്കെ കാരണം ചാർജ് പോയിട്ടാണ്. അതിനാർക്കെങ്കിലും ഉണ്ടാ? കൈപൊക്കാവോ? ദൈവം അനുഗ്രഹിക്കുന്ന. പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കത് ഒരു 3-4 ദിവസമായിട്ട് തോന്നിയാൽ ഇത് പറയണമെന്ന്. അപ്പോൾ അത് എതിലാണ് തടസ്സം? അതേപോലെ ഈ ഉടമ്പടിയിൽ പത്രം കൊടുക്കാൻ ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാൾ പോകാം. ഞാൻ പോയാൽ അവർ തല്ലുക. പലവരും ഞാൻ ഈ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ചേച്ചി പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കണം. അത് സുഖമല്ലേ? ഏറ്റവും സുഖമാണ്. കുർബാന കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക. ആ കൊടുത്തവർക്ക് എല്ലാവരുടെ കയ്യിൽ പത്രമുണ്ട്. അതാണ് ഏറ്റവും രസം. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം ഉടമ്പടി എടുത്തവരാണ്. അപ്പോൾ കടമ തീർക്കുക. അങ്ങനെ ഇല്ല. ഈശോ പറയണത് ലോകം എല്ലാം ചെന്ന് നീ സുവിശേഷം അറിയിക്കുക. സ്വർഗത്തിലില്ല നീ സുവിശേഷം അറിയിക്കേണ്ടത്. ലോകം എന്താ? മനുഷ്യർ ഈശോനെ അറിയാത്തവരാണ് ലോകം. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ വിജാതീയരില്ലാതെ വിശ്വാസികൾക്ക് കൊടുക്കേണ്ടെന്നില്ല പറയണം, അറിയാത്തവർക്ക് കൊടുക്കുക. അത് നോക്കണം. അതിന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ഇത്രയും പത്രം എൻ്റെ കയ്യിലുണ്ട്, 50 പത്രമുണ്ട്, 50 പേരെ നീ എനിക്ക് തന്നിട്ടുള്ള മതി. ഒരു ദിവസം 2 പേരെ. അത് എപ്പോഴും നിങ്ങൾ പോകുന്ന ബാഗിലോ എൻ്റെ കാറിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാറിൽ ഫ്രണ്ടിലുണ്ടാവും. ഫ്രണ്ടിൽ ഞാൻ വെച്ചിട്ടുണ്ടാവും. കാറിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, ഈശോയെ നീ ആരെയാ കാണിച്ചു തന്നെ അവർക്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് കാണിച്ചു തരും. ചിലപ്പോൾ ഒട്ടും വിശ്വാസമില്ലാത്തവർ പോയി പറഞ്ഞാൽ തല്ലുകയൊക്കെ ചെയ്യും, നമ്മുടെ മുമ്പിൽ കീറുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷേ ഈശോ പറയാണ്, ഞാൻ എന്ത് ചെയ്യുക? ഗ്രോട്ടോടെ മുമ്പിൽ ഈശോ എപ്പോഴും പത്രോസ് ആണെങ്കിൽ പോലും ഈശോ ആണെങ്കിൽ പോലും സൗഖ്യപ്പെടുത്താൻ അവനിൽ ചെറിയ വിശ്വാസം കണ്ടു കഴിഞ്ഞാൽ സൗഖ്യപ്പെടുത്തും. ഗ്രോട്ടോടെ മുമ്പിൽ നിൽക്കും. അപ്പോൾ വിജാതീയർ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുരിശു വരയ്ക്കും. അവരെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. അതൊരു സ്പാർക്കുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്. അവർ വിളിക്കും ഇങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. പത്രം കൊടുക്കാൻ മടിയുള്ളവർ ഈ പേടിച്ചിരിക്കുന്നവർ കൈപൊക്കാവോ? റൈറ്റ്. പ്രൈസ് ദി ലോർഡ്. അവർക്കുള്ള മെസ്സേജാണ്. അപ്പോൾ ഞാനിങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിക്കും. ഞാൻ കാറൊക്കെ മാറ്റി എടുത്തിട്ട് വിളിക്കും. ഞാൻ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ദൈവം പ്രാർത്ഥിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം നിൽക്കുമോ അവിടെ? നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറി കേട്ടോ. നിങ്ങൾക്കിത് വായിക്കാൻ തോന്നിയ ഇതിൽ കുറേ സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം കൂടും. ഇതൊന്ന് വായിച്ചു നോക്ക്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചോ, നാളെ വന്ന് ഞാൻ എടുത്തോളാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതുപോലെ ചിലവർ കരഞ്ഞുകൊണ്ടിരിക്കും. കരയുമ്പോൾ എന്താ വിഷമം നിങ്ങൾക്ക്? ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ ദൈവമുണ്ട്, എൻ്റെ പ്രാർത്ഥനയുണ്ട്, അത് എനിക്കറിയാം. അത് നിങ്ങൾ ഇത് വായിച്ചു നോക്കുക. ദൈവം കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഈ രീതിയിലാണ്. അത് നമുക്കൊരു ആഗ്രഹം വേണം, ആത്മാർത്ഥത വേണം. വെറുതെ ഈ ഇവിടെ 20 പത്രം 50 പത്രം വാങ്ങിച്ച് കൊടുത്ത് തീർത്ത് നോട്ടീസ് കൊടുക്കണ പോലെ പല ഗ്രോട്ടോ കോയമ്പത്തൂർ ഞാൻ പോകുമ്പോൾ, കോയമ്പത്തൂരില്ല ഗ്രോട്ടോയിലുണ്ടാകും. ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും പത്രം ഉണ്ടാകും. ഗ്രോട്ടോയിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പള്ളിയിലാണ് പോകുന്നത്. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താൻ സാധിക്കും, അത് ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ ഉള്ളപ്പോൾ നമുക്കൊരു
ദൗത്യം ദൈവം തന്നിരിക്കുക. ദൈവത്തെ അറിയിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നടക്കാൻ ഇറങ്ങുമ്പോൾ സമയം കിട്ടുകയല്ല, നടക്കാൻ പോകുമ്പോൾ കൊന്ത ഇങ്ങനെ വെച്ചിട്ട് നടക്കും. അപ്പോൾ 2 കാര്യമായി, നടത്തവുമായി, പ്രാർത്ഥനയായി, ദൈവമഹത്വമായി. കൊന്ത കുറേ പേര് കാണുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും പ്രവൃത്തിയിൽ ദൈവമഹത്വം വരാൻ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. സമയം വേസ്റ്റാക്കരുത്. എന്ത് ചെയ്താലും, എങ്ങനെ യാത്ര പോയാൽ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഇങ്ങനെ എടുത്ത് വെച്ച് ബൈബിളും എടുത്ത് കൈ വയ്ക്കുക. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ദൈവമഹത്വം, ദൈവത്തിന് റെസ്പെക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ദൈവമഹത്വം വരെയാണ്. ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും എന്നെ ആർക്കും അറിയില്ലെങ്കിലും 4 പേര് വന്ന് എന്നെ കൈ കൊടുക്കുമ്പോഴത്തേക്ക് എന്നെ അറിയാത്തവർ നോക്കുമോ ഇവനാരോ വലിയ ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയണം, മനസ്സിലായ? ഞാൻ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരും കൂടി എണീച്ച് നിൽക്കുകയാണ്. എന്നെ അറിയാത്തവർ ഒരു 100 പേരുണ്ട്, അറിയുന്നവർ ഒരു 10 പേര് ഓടി വന്നിട്ട് എണീച്ചിട്ട് എന്നെ കൈ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എനിക്ക് റെസ്പെക്റ്റായി. അറിയാത്ത 90 പേര് ഇതാരൊക്കെയാണ് അന്വേഷിക്കുക ഇതാരാണെന്ന്. അതുപോലെ ബൈബിള് കയ്യിലുണ്ട്. ഏത് സമയത്തും ആൾക്കാരൊക്കെ ഓട്ടം ബഹളം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരുന്നിങ്ങനെ ബൈബിളും വെച്ച് ജപമാലയും ചൊല്ലുമ്പോൾ ഇതെന്താണ് ഇത്രയും എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ഇവർ ജപമാല ഇതെന്തോ പ്രാർത്ഥന ചൊല്ലുണ്ട്. 100-ൽ ഒരാളെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, ഇതെന്താ ഇത്, എന്ത് പ്രാർത്ഥനയാണ്, ഇതെന്താ ചെയ്യുന്നത്? അപ്പം നമുക്കൊരു അവസരം ലഭിച്ചു അവരോട് പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ, നമ്മൾ ഒളിഞ്ഞ് നിന്ന് നോക്കി കൊന്ത കഴുത്തിലുണ്ടാ അവർക്ക് കൊണ്ടുപോയി പത്രം കൊടുത്ത്, അതിലെന്ത് ആത്മാർത്ഥത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആത്മാർത്ഥതയാണ് നോക്കുന്നത്. അപ്പം ഇതൊരു ജീവിത രീതിയാണ്. ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുക. പ്രതിഫലമൊക്കെ വിട്. പ്രതിഫലമൊന്നും നിങ്ങൾ ചോദിച്ചാലും എത്ര കിട്ടും, എത്ര ചോദിക്കും? നമ്മളെ കൈയിൻ്റെ അളവ് എത്രയാണ്? പ്രൈസ് ദി ലോർഡ്. ചെറിയ കുഞ്ഞ് നീ എന്ത് വേണമെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് എല്ലാം ഉണ്ട്. അതിനെ കൊണ്ട് വിട്ട് കഴിഞ്ഞാലും അതിനെന്ത് എടുക്കാൻ സാധിക്കും? കയ്യിൽ കൊള്ളുന്നതെല്ലാം എടുക്കും. 4 ചോക്ലേറ്റ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അച്ഛൻ പറയാം, ഞാൻ നിനക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ പാർസലും മൊത്തം ആവശ്യമുള്ളതൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് തരും നമുക്ക്. പ്രൈസ് ദി ലോർഡ്. പലവരും സമയം കളയുക നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ച്. നിങ്ങൾ ചോദിക്കേണ്ടത്, എനിക്ക് നീയുണ്ട്, പക്ഷേ നിന്നെ അറിയാത്തവർക്ക് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദൈവമേ, അവർ നിന്നെ അറിയണം. അവർക്ക് രോഗമാണ്, എനിക്ക് അതേ രോഗമുണ്ട്, പക്ഷേ എനിക്ക് നീയുണ്ട്, എനിക്ക് നിന്നെ അറിയാം. പ്രൈസ് ദി ലോർഡ്. നിന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം സാധിക്കാത്തത് ഞാൻ പറഞ്ഞത് ആദ്യം പുഷ് ചെയ്യുക. ഡ്രെയിനായിപ്പോയത് ബാറ്ററി റീചാർജ് ചെയ്യാൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക. തുടങ്ങി വയ്ക്കുക. നിങ്ങൾ നോക്കിക്കോ, ബൈബിൾ വായിക്കാൻ തോന്നിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പാരഗ്രാഫ് തുടങ്ങി നോക്ക്, അടുത്ത പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പാണ്. പിന്നെ അത് വേറെ ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്ക് അത് രീതി വേറെയാണ്. ബൈ ഫോഴ്സ് വായിക്കുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു 2 ആഴ്ച നിങ്ങൾ ചെയ്ത് നോക്ക്. ഇത് ലൈഫിൻ്റെ ഒരു പാർട്ടായി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഇതിലെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തത്, പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നത്. അതാണ് ഈശോ ഈ ലൂക്ക 18:1 പറയണത്. നീ തളർന്നു പോകാതിരിക്കാൻ, ഈ വിധവയുടെ ഉപമയിൽ ആദ്യം പറയണം, നീ തളർന്നു പോകാതിരിക്കാൻ, പ്രാർത്ഥനയിൽ തളർന്നു പോകാതിരിക്കാൻ എന്ന് വെച്ചാൽ ഡ്രെയിനായി പോകാതിരിക്കാൻ, ചാർജ് പോകാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ബൈ ഫോഴ്സ്. ഒരു പ്രാവശ്യം ഡ്രെയിൻ ഔട്ടായി, നമുക്ക് സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കില്ല, ഉറക്കമെന്ന്. എപ്പോഴാണ് ഉറക്കമെന്നെ അപ്പോൾ എണീച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അനുദപിച്ചുകൊണ്ട് എനിക്ക് യോഗ്യതയില്ല ദൈവമേ. അതുപോലെ ഒരു കൊന്ത ചൊല്ലി 15 മിനിറ്റ് മതി.
പക്ഷെ അത് ഒരു കൊന്ത അപ്പം ചൊല്ലണം. അത് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. ഇല്ല, ഇത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിൽക്കുക, അപ്പോൾ നിങ്ങൾക്ക് ചൊല്ലാതായി. ഇവിടെ ഞാൻ നിൽക്കും, ഒരു കൊന്ത ചൊല്ലിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ പോകും. ഇല്ല, ഇവിടെ നിന്ന് എണിക്കണമെങ്കിൽ എന്ത് ഉറക്കം വന്നാലും 5 മണിക്കൂറായാലും ഈ കൊന്ത തീർത്തിട്ട് ഞാൻ എണിക്കും. ഒരു തീരുമാനം എടുക്കുക. അത് ചാർജിങ് ആണ്. പ്രൈസ് ദി ലോർഡ്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിഷമവും നിങ്ങളെ മാറും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇതിലുള്ള ബോധ്യത്തിൻ്റെ കുഴപ്പമില്ലായിരിക്കും. ബോധ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും, ഇപ്പോൾ ഞാൻ കൈവക്കാൻ പറഞ്ഞാൽ എല്ലാവരും കൈവക്കും. എല്ലാ സങ്കടങ്ങളാണ്. എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് നിയോഗം എഴുതിയാലും സങ്കടങ്ങളുണ്ട്. അത് എപ്പോൾ എങ്ങനെ വരും, അതിങ്ങനെ ക്യൂല് മനസ്സിലിങ്ങനെ പതിഞ്ഞിരിക്കും. ഞാൻ പറയും, ഒരു പേപ്പർ കൊടുത്തിട്ട് ഒറ്റ സങ്കടം മാത്രം എഴുതുക, അത് മാറുമെന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് ആവും നിങ്ങൾ. ഏത് എഴുതണം? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുറേ ഒറ്റ സങ്കടമായിട്ട് എഴുതാൻ സാധിക്കും. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യൂവാ. ചിന്തിച്ച് നോക്കിയാൽ സങ്കടം. ഭർത്താവിനെക്കുറിച്ച് ഓർത്ത സങ്കടം, ഭാര്യയെക്കുറിച്ച് ഓർത്ത സങ്കടം, മക്കളെക്കുറിച്ച് ഓർത്ത സങ്കടം, വീട്, ബിസിനസ്, എല്ലാത്തിനെക്കുറിച്ചും സങ്കടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് നീ എപ്പോഴും സന്തോഷിച്ചിരിക്കണമെന്ന്. അത് ദൈവം ഒരു ഓപ്ഷൻ പറഞ്ഞൊന്നുമില്ല. സന്തോഷിച്ചിരിക്കുന്നത് കൽപ്പനയാണ്. നീ സന്തോഷിച്ചിരിക്കുക എപ്പോഴും. 1 തെസ്സലോനിക്ക 5:16-17-18 എപ്പോഴും പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ സന്തോഷമായിട്ടിരുന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഡ്രെയിൻ ഔട്ടായി പോകുന്നത്, ചാർജ് പോകുന്നത്, പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം സങ്കടമാണ്. പല കാര്യങ്ങൾ, ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടാണ്. ഉടമ്പടി സന്തോഷത്തിലെടുക്കേണ്ടതാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ ജീവിതം ഭൂമിയിൽ ജീവിക്കുക ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക. സ്വർഗം എന്താ? ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് സ്വർഗം. അത് ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് മനസ്സിലാക്കാതെ, ബോധ്യമില്ലാത്തതുകൊണ്ടാണ് എന്തിനാണ് നമുക്ക് സങ്കടം പിന്നെ സങ്കടം വന്നാൽ അപ്പം അത് സന്തോഷമായിട്ട് മാറ്റാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് കേട്ടാൽ ഞാൻ നല്ലൊരു ടിപ്സ് പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സങ്കടം മനസ്സിൽ ഓർത്ത് വെച്ച് ഇപ്പം അത് സന്തോഷമായിട്ട് മാറ്റാൻ പറ്റും. ഇത് മാജിക്കൊന്നുമില്ല, വചനമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സങ്കടം? എന്താ പിന്നെ സങ്കടം എന്ന് പറയണത് എന്താ? നമ്മുടെ മനസ്സിൽ സങ്കടം തന്നെ എന്താ? എൻ്റെ ഇഷ്ടത്തിന് എതിരെ സംഭവിക്കുന്നതെല്ലാം സങ്കടമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇഷ്ടത്തിന് എതിരെ സംഭവിക്കുന്ന എല്ലാ സങ്കടമാണ്. എനിക്ക് ബിസിനസ്സിൽ നഷ്ടം വന്ന്, ബിസിനസ്സിൽ എപ്പോഴും ലാഭമായിരിക്കണം. എൻ്റെ ഭർത്താവ് എനിക്ക് അംഗീകാരം തരണം, എല്ലാ കാര്യവും എന്നോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ടേ തീരുമാനം എടുക്കാവൂ. എപ്പോൾ വന്നാലും എൻ്റെ അടുത്ത് വന്നിരിക്കണം, നിനക്ക് സുഖമാണെന്ന് ചോദിക്കണം, നീ ഇത്രയും ജോലി ചെയ്യരുതെന്ന് പറയണം, ഇല്ല നമ്മളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഭാര്യ. അതൊന്നും ഭർത്താവ് ചെയ്തില്ലെങ്കിൽ അത് സങ്കടമാണ്. നമ്മളെ ഇഷ്ടം അതാണ്. അതിൻ്റെ എതിരെ ഭർത്താവിന് ഭാര്യ ഒന്നും തിരിച്ച് സംസാരിക്കരുത്, എപ്പോഴും ബഹുമാനത്തോടെ സംസാരിക്കണം. അതിനെതിരെ സംഭവിച്ചാൽ സങ്കടമാണ്. മക്കൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാവും, അതിൽ കുറച്ച് പാടില്ല. അതിൽ കുറച്ചായി കഴിഞ്ഞാൽ അതാണ് നമ്മളെ ഇഷ്ടം. അതിനെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ സങ്കടമാണ്. എപ്പോഴും ബാങ്ക് ബാലൻസ് ഹൈ ആയിരിക്കണം, അതിൽ കുറയരുത്. ഈ മാസം 50,000 വരുമാനമായില്ല, 10,000 വരുമാനമാണെങ്കിൽ അടുത്ത മാസം 20,000 സേവ് ചെയ്യണം, അതിൻ്റെ അടുത്ത മാസം 40,000 സേവ് ചെയ്യണം. ഒരു വീട് ദൈവം തന്ന്, അത് ഓടിട്ട വീടാണ്, ഫസ്റ്റ് ഫ്ലോറോട് കെട്ടണം, അതാണ് ആഗ്രഹം. അപ്പോൾ അത് കൂട്ടുകാരി അല്ല പരിചയമുള്ളവർ കെട്ടിക്കഴിഞ്ഞാൽ, ബന്ധുക്കാർ കെട്ടിയ സങ്കടമാണ്. എൻ്റെ ആഗ്രഹം നടന്നില്ല. ഇതൊക്കെ സങ്കടം അകത്ത് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. പുറമേ കാണിക്കില്ല, പക്ഷെ സങ്കടം കിടപ്പുണ്ട്. ആഗ്രഹങ്ങൾ, നടക്കാത്ത ആഗ്രഹങ്ങളിനാണ് സങ്കടമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ വേണം, ഈ ജോലി തന്നെ വേണം, അത് കിട്ടിയില്ല, നടന്നില്ല, സങ്കടം. പ്രൈസ് ദി ലോർഡ്.
അതിനേക്കാളും സങ്കടം കൂട്ടുകാരിക്ക് അത് കിട്ടുമ്പോൾ അതിനേക്കാളും സങ്കടം. അടുത്തുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സങ്കടം. അടുത്തുള്ളവർ അതേപോലെ ആരും എന്നെ അപമാനിക്കരുത്, എന്നെ പുകഴ്ത്തി തന്നെ പറയണം ആരെങ്കിലും. അപ്പോൾ ഇതാണ് ആഗ്രഹം, എല്ലാവരും എന്നെ പുകഴ്ത്തി പറയണം, എന്നെക്കുറിച്ച് ആരും തെറ്റ് പറയരുത്, കുറ്റം പറയരുത്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ സങ്കടമായി. അയൽക്കാരൻ അതിർത്തി മാന്തി ഇച്ചിരി ഇപ്പുറത്ത് കിട്ടിയ സങ്കടം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കംഫർട്ട് സോണിലായിരിക്കണം, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, എൻ്റെ ഇതിലേക്ക് വരരുത്. വഴി അടച്ചു വെച്ച സങ്കടമാണ്, എൻ്റെ വഴി അടയ്ക്കരുത് എന്ന് ആഗ്രഹമുണ്ട്. എന്നെ ആരും ഉപദ്രവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മളുടെ ആഗ്രഹത്തിൽ നമ്മൾ ആശ്രയിച്ച് നിൽക്കുമ്പോഴാണ് സങ്കടങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യണത്. ആക്രമിക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളിൽ നമ്മൾ ആശ്രയിച്ച് നിൽക്കും. ഹല്ലേലൂയ. ഞാൻ പറയണം, മനസ്സിലാകണ്ട. അപ്പോൾ ഇത് ചെയ്യേണ്ട ദൈവ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. ജെറമ്യാ 29:11 ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു ഇഷ്ടമുണ്ട്, പദ്ധതിയുണ്ട്, തിരുമനസ്സുണ്ട്, അത് നിൻ്റെ നന്മയ്ക്കാണ്, ഒരിക്കലും നാശത്തിലാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിങ്ങനെ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. അപ്പോൾ എപ്പോഴും ദൈവത്തോട് പറയണം, ഈ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറാൻ ഞാൻ എന്ത് ചെയ്യണം? അത് നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നില്ല, ദൈവം ജയിപ്പിക്കുന്ന. ഹല്ലേലൂയ. അതിന് ചെയ്യേണ്ടത് ജെറമ്യാ 29:12 ദൈവം തന്നെ പറയുന്നുണ്ട്, നീ എന്നോട് ചോദിക്കുക നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, നീ എന്നോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അതാണ് ഈശോ ലൂക്ക 11:2 ഈശോ പറയുന്നത്. ഈശോ പറഞ്ഞത് എന്താ? നിൻ്റെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗം ആരാണ്? ദൈവമാണ്. ഭൂമി ആരാണ്? നമ്മളാണ് ഭൂമി. നിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലും ആകണേ എന്ന് പറഞ്ഞാൽ സ്വർഗം ആരാ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലും ആകണേ. ഈശോ അത് പഠിപ്പിച്ച ടെക്നിക്കലി പക്കയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ജെറമ്യാ 29:12 കൃത്യമായിട്ട് പറയേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം. ദിവസവും പ്രാർത്ഥിക്കേണ്ടത്, പക്ഷെ അത് ബോധ്യമില്ലാതെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് ബോധ്യത്തോടെ എങ്ങനെയാണ് നിൽക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദൈവം പറയുകയാണ്, എടാ നിനക്ക് മുൻകൂട്ടി പറയുകയാണ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നീ കച്ചവടം ചെയ്യല്ലേ, ഞാൻ അനുവദിച്ച് കൊടുക്കാൻ പോവുകയാണേ, ഈ കച്ചവടം പൊളിയുക, ഇന്നൊരു നഷ്ടം വരും, ഇന്ന് ലാഭം ഉണ്ടാകില്ല, അതെൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടാകും, കൈ പിടിച്ചോളാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ നിങ്ങളെ കച്ചവടത്തിൽ പറ്റിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ടെൻഷനാവുക. ദൈവം മുൻകൂട്ടി പറഞ്ഞിരിക്കുക, ഇതെൻ്റെ ഇഷ്ടമാണ്. നിൻ്റെ മകനെ അല്ലേ, നിൻ്റെ മകൾക്ക് OIT എഴുതിയിട്ടില്ലേ, ഇപ്രാവശ്യം ഞാൻ ഫെയിലാക്കാൻ പോവുകയാണ്, കിട്ടില്ല, അതെൻ്റെ ഇഷ്ടമാണ്. ഇത് ദൈവം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പോയി എക്സാം എഴുതി ഫെയിലായാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ വരുവാ, സങ്കടം വരുവാ. ദൈവം അതിൻ്റെ കൂടെ വാഗ്ദാനം പറഞ്ഞിരിക്കുക. 2 വാഗ്ദാനങ്ങളാണ്. ജെറമ്യാ 29:11 എൻ്റെ ഇഷ്ടം, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ഇതിങ്ങനെയാണ് ചെവിയിൽ കേൾക്കേണ്ടത്. ഭർത്താവ് നിന്നെ അന്വേഷിക്കില്ല കേട്ടാ, അതെൻ്റെ ഇഷ്ടമാണ്. അതിൻ്റെയൊക്കെ കാരണം പിന്നെ പറയും, ദൈവം പറയും, ഭർത്താവ് നിന്നെ അന്വേഷിക്കൊന്നുമില്ല, നീ പറഞ്ഞൊന്നും അംഗീകരിക്കില്ല, നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അത് ഞാൻ ചെയ്യിപ്പിക്കുന്നതാണേ, അപ്പോൾ നീ ടെൻഷൻ അടിക്കരുത്, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഭർത്താവ് ഇത് പ്രതീക്ഷിച്ചിരുന്ന് എന്ത് സംഭവിച്ചാലും ഇത് ദൈവമല്ലേ ചെയ്യിപ്പിക്കുന്നത്, ടെൻഷൻ വരുവാ. നിങ്ങളുടെ കാര്യം അതേപോലെ, മക്കൾ എന്തു പറഞ്ഞാലും കേൾക്കില്ല, അനുസരിക്കില്ല, മൊബൈലും വെച്ചിങ്ങനെയിരിക്കുക, അത് ഞാൻ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഞാനിവിടെ ഉണ്ടേ, ടെൻഷൻ അടിക്കേണ്ട. സങ്കടം വരുവാ ജീവിതത്തിൽ. നീ എത്ര ശ്രമിച്ചാലും ഈ വീടിൻ്റെ കടം തീരില്ല, ഈ വീട് ജപ്തായി പോവേ. പ്രൈസ് ദി ലോർഡ്. ഇതെൻ്റെ പദ്ധതിയാണ്, എൻ്റെ പദ്ധതിയാണ്, നീ വിഷമിക്കരുതേ എന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പദ്ധതിയാണ്. വീട് ജപ്തി എൻ്റെ ദൈവം പറയുക, നീ പുറത്ത് റോട്ടിൽ പോയി കിടക്കേണ്ടി വന്നാലും
ഞാൻ കൂടെ കിടക്കും, നീ വിഷമിക്കേണ്ട, ഞാനല്ലേ ഉള്ളത് നിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ സങ്കടം വരുവാ. പ്രൈസ് ദി ലോർഡ്. സങ്കടം വരുവാ. നീ ഇന്ന് കല്യാണത്തിന് പോയാ, ഒരാളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, 4 പേരുടെ മുമ്പ് വെച്ച് നിന്നെ മോശമായിട്ട് സംസാരിക്കും, നിന്നെ ബഹുമാനിക്കുകയില്ല, നീ ചെയ്യാത്തൊക്കെ പറയും, നീ മിണ്ടരുത്, പോന്നേക്ക്, ഞാനല്ലേ അനുഭവിച്ചു തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതെല്ലാം നമ്മൾ അറിയണം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുൻകൂട്ടി ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്. സങ്കടം ജീവിതത്തിൽ വരുവാ. പ്രൈസ് ദി ലോർഡ്. ഇത് തനിയെ സംഭവിക്കുകയാണ്. എൻ്റെ അധികാരം എൻ്റെ മുകളിലാണ്, എൻ്റെ ഇഷ്ടമാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത്, എനിക്കെതിരെ സംഭവിക്കുന്നതെല്ലാം സങ്കടമായിട്ട് മാറിയ. അങ്ങനെ സങ്കടത്തെ എടുത്ത് ഇങ്ങനെ കരച്ചിൽ, ബഹളം, പ്രാർത്ഥിക്കില്ല, ഇതാ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുക, ഇതൊക്കെ ഞാൻ ചെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നീ എന്നിൽ മാത്രം ആശ്രയിക്കാൻ, എന്നാലേ എനിക്ക് നിന്നെ ഉയർത്താൻ പറ്റൂ, എൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 5:7 തളർവാദ രോഗിയെ ദൈവം സൗഖ്യപ്പെടുത്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ എത്ര കൊല്ലത്തിന് ശേഷമാണ്? 38 കൊല്ലം. ബൈബിൾ വായിക്കണം. യോഹന്നാൻ 5:7 നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് കുറേ കേട്ടിട്ടുള്ള. ബെത്സൈദ കുളത്തിൽ കിടക്കുന്ന, കുളക്കരയിൽ കിടക്കുന്ന തളർവാദ രോഗിയെ ദൈവം 38 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ പോയി സൗഖ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവൻ കടന്ന് അടുത്ത ദിവസം സൗഖ്യപ്പെടുത്തായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇതുപോലെ കുറേ പേര് 38 കൊല്ലമായിട്ട് സൗഖ്യം പ്രാപിക്കാതെ കിടക്കുക. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസവും 2 ദിവസം 3 ദിവസം 4 ദിവസത്തിൽ സൗഖ്യപ്പെടുത്താം. ഇല്ല, അന്ന് തന്നെ സൗഖ്യപ്പെടുത്താം. ദൈവം എന്താ സാഡിസ്റ്റാണോ? ഇല്ല, ഞാൻ 50 കൊല്ലം എടുക്കില്ല, 30 കൊല്ലം നീ അനുഭവിക്കുക, അത് കഴിഞ്ഞ് ഞാൻ സൗഖ്യപ്പെടുത്തുമെന്ന് ദൈവം പറയുക. ഇല്ല, 38 കൊല്ലം എന്താ എടുത്തത്? 38 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ്റെ മനോഭാവം മാറിയത്. എന്നെ കുളത്തിൽ ഇറക്കാനോ എന്നെ രക്ഷിക്കാൻ ആരുമില്ല, അവനങ്ങനെയാണ് പറഞ്ഞത്. ആരും ഇല്ലെന്നുള്ളൊരു ബോധ്യം നമുക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നീ ഇല്ലാതെ ആരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ആശ്രയം. ആരുമില്ല, അതാണ് എളിമപ്പെടൽ. എളിമപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് എളിമപ്പെടുന്നത്. നമ്മളുടെ ശക്തിയെ ആശ്രയിക്കുന്നത് അഹങ്കാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ 1 പത്രോസ് 5:5 പറയുന്നത്, അഹങ്കാരികളെ ദൈവം വെറുക്കും, ആശ്രയിക്കുന്നവർക്ക് ദൈവം കൃപ തരും. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി കൃപയുടെ ജീവിതമാണ്. ഹല്ലേലൂയ. ദൈവത്തെ ആശ്രയിക്കണം. ആശ്രയിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത ദൈവം ചെയ്തു തരും. വിചാരിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തോന്നും ഇതെങ്ങനെയാണ് സാധിക്കാമെന്ന്. അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ റോമ 8:28 പരിശുദ്ധാത്മാവ് വാഗ്ദാനമുണ്ട് നമുക്ക്. പരിശുദ്ധാത്മാവ് പറയുക, എന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ഞാൻ മാറ്റുമെന്നാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇത് ഒരാളെ അവമാനിച്ചതും, നമ്മളെ വീട് ജപ്തിയായി പോയതും, ബിസിനസ് കടമായി പോയതും, നഷ്ടമായതും, മക്കൾ പഠിക്കാത്തതും, മക്കളുടെ വിവാഹം താമസിച്ചതും, ഇതെല്ലാം ദൈവത്തിന് നന്മയ്ക്കായി മാറ്റാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ഉറപ്പാണ്. ഇതിന് ചെയ്യേണ്ടത് ദൈവത്തെ മാത്രം ആശ്രയിച്ചിരിക്കുക. ഇതെന്താ സംഭവം എന്നാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിലൊക്കെ ഞാൻ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടില്ല പറയുന്നത്. എൻ്റെ ജീവിതം എനിക്കറിയാം. ഞങ്ങൾ ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു 12,000 രൂപ പണയം കൊടുത്താൽ താമസിക്കുന്നത്. അത് ആസ്പെക്ടോസ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വീട് ഇവർ ഉടമസ്ഥൻ വിറ്റ് അയാൾ പറഞ്ഞ് 1 മാസത്തിനകത്ത് മാറണമെന്ന്. പക്ഷേ ഈ 12,000 ഇരുന്ന് വീട്ടിൽ വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരുടെ ഇരുന്ന് കുറച്ച് കാശ് വാങ്ങിച്ച് അതിൽ ബാക്കി 5,000 രൂപ പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ വീട് മാറണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കണം, വാടക കൊടുക്കണം. അച്ഛനാണെങ്കിൽ കിട്ടിയ കാശെല്ലാം പോയി. അച്ഛന് ബിസിനസ് ചെയ്യാൻ അറിയില്ല, എല്ലാം പോയി. പെൻഷൻ്റെ കാശ് പലിശ അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ പെൻഷൻ വാങ്ങിക്കാൻ പോയാൽ പെൻഷൻ ഓഫീസിൽ, അന്നൊന്നും ബാങ്കിലില്ല, പെൻഷൻ ഓഫീസിൽ കടക്കാരൻ നിൽക്കും ഇങ്ങനെ. അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി കാശും ചോദിച്ച് അവർ ചീത്ത വിളിക്കും, അവമാനിക്കും. അതുകൊണ്ട് പോവില്ല.
വീട്ടിലാണെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, വീട് ഇറങ്ങി കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ രാത്രി കിടന്ന ഉറക്കം വരില്ല. അന്ന് പ്രാർത്ഥന അറിയില്ല, ഒരു മാതാവിൻ്റെ ചെറിയ പടം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഫോട്ടോ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിലെല്ലാം സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സ്വന്തക്കാരുടെ അവർക്ക് വീടുണ്ട്, കാലി കിടക്കുക, നല്ല കാശുകാരാണ്. അപ്പോൾ അമ്മ ഞങ്ങളെ വളരെ അടുത്ത ബന്ധുക്കളാണ്. അവിടെ പോയി അമ്മ അങ്ങനെ എവിടെയും പോയി ചോദിക്കില്ല. അമ്മ പോയി അവിടെ ചോദിക്കാൻ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ്, നിങ്ങൾ വാടകയൊന്നും തരാൻ നിങ്ങൾക്ക് കഴിവില്ല, അതുകൊണ്ട് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു വിട്ടു. പ്രൈസ് ദി ലോർഡ്. മൊത്തം നോക്കി അങ്ങനെ പറഞ്ഞു. അമ്മ അങ്ങനെ കറിയാറില്ല, വന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നോടും പറഞ്ഞു, എനിക്കും വിഷമം, എവിടെ പോയി ഇതൊക്കെ എടുത്തിട്ട് പെരുക്കിയിട്ട് എവിടെയാണ് പോകുന്നത്, ആ സ്ഥിതി. അപ്പോൾ ഇനിയൊരാൾ അച്ഛൻ കടം കൊടുത്തവർ അവർ തിരിച്ചു തരാൻ വേണ്ടി തിരിച്ചു തന്നിട്ടില്ല. അവിടെ ഒരു 7,000 രൂപ കിട്ടാനുണ്ട്. അച്ഛൻ കൊടുത്ത അച്ഛനെ തിരിച്ചു വാങ്ങിക്കുമെന്ന് അറിയില്ല. അച്ഛൻ പോയി ചോദിക്കുകയില്ല. അമ്മ തന്നെ പാവം പോയി, വീട് മാറണമല്ലോ, ഈ പൈസ കിട്ടുമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അതാണ് ഏറ്റവും സങ്കടമായത്. അവർ പറഞ്ഞ്, കാശ് ചോദിച്ചാൽ അത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ തീർക്കും, കാശ് ചോദിച്ചു കൂടെ വരരുത്, വിശക്കുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ച് തരും. ഹല്ലേലൂയ. ഇതെല്ലാം തരും. നമ്മളെ എല്ലാ ആഗ്രഹവും, നമ്മളെ ശക്തിയെ എല്ലാം ദൈവം എടുത്തു മാറ്റും. നമുക്ക് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഉണ്ട്. ഇത് സംഭവിച്ചാൽ അതിൽ പോകാം, അത് സംഭവിച്ചാൽ ഈ പലിശ ആ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുക, ഇത് കഴിഞ്ഞാൽ ഈ സ്ഥലം വിറ്റ് അത് ചെയ്യാം, ഇല്ലെങ്കിൽ അവരോട് ചോദിക്കാം. ഇങ്ങനെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എല്ലാം ഫെയിലിയർ ആക്കണം ദൈവത്തിന്. ഫെയിലിയർ ആക്കിയിട്ട് ഒറ്റ പ്ലാനേ ഉള്ളൂ, ദൈവമേ നീ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമേ, ഞാൻ ഒരു ദിവസം ഇതെല്ലാം ജീവിതം കൈവിട്ട് പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥന അറിയില്ല. മാതാവിൻ്റെ ആ പടവും കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ്, എനിക്ക് വേണ്ടിയിട്ടില്ല. അന്ന് വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടില്ല, 2 ദിവസമായിട്ട് ഭക്ഷണം വെച്ചിട്ടില്ല. അപ്പോൾ ഈ അമ്മ പറയണത് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് അമ്മയ്ക്ക് പുറത്തു പോയി ആരോട് ചോദിക്കാൻ വയ്യ, അതിനൊന്നും ശീലിച്ചിട്ടില്ല, നല്ല ജീവിച്ചതാ. അപ്പോൾ ആ പടം കണ്ടുകൊണ്ട് ഞാൻ പറയുക, എനിക്ക് വേണ്ടിയിട്ടില്ല, എൻ്റെ അമ്മ പറയണേ. ഞങ്ങൾ നാളെ ഭക്ഷണം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇന്ന് ഭക്ഷണം കിടക്കാം, മറ്റന്നാൾ കിട്ടുന്നുണ്ടെങ്കിലും ഭക്ഷണം കിടക്കാം, എന്താ വഴി, എനിക്ക് വേറെ ആരുമില്ല എന്ന് അമ്മയോട് പറഞ്ഞു. ഇങ്ങനെയാണ് ആശ്രയിക്കേണ്ടത്. അന്ന് തൊട്ട് വീട്ടിൽ അതാണ് യഥാർത്ഥ 38ാമത്തെ കൊല്ലം എൻ്റെ അതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആരുമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് വരെ ബുദ്ധിമുട്ട് വന്നിട്ട്. അത് മാത്രമല്ല, ഞാൻ ആലോചിച്ച് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ 1 രൂപ ടിക്കറ്റ് എടുത്ത് പോയി കിടക്കണം. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഓടിയതാണ്. ഞങ്ങൾക്ക് എവിടെ പോവും, ഈ ബാഗൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കണമെന്ന്. എനിക്ക് എൻ്റെ ദൈവം, നമ്മളെ ദൈവം, നമ്മളമ്മ കൊച്ചിയിൽ ഇന്നും അത്രയും വലിയ ബംഗ്ലാവില്ലാത്ത വീടാണ് എനിക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും കൊച്ചിയിൽ നിങ്ങൾ പോയി അന്വേഷിച്ചു അതുപോലെ ഉണ്ടാകില്ല, അത്രയും അത് അമ്മ എനിക്ക് തന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളുടെ ജീവിതം അതുപോലെയാണ്. നിങ്ങൾ നോക്കേണ്ട, ഇതൊക്കെ ഈ പ്രതികൂലം സംഭവിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ സാധിക്കുന്നത്? ദൈവം അങ്ങനെ തന്നെ എടുത്ത് മാറ്റും, ഇതൊക്കെ മാറ്റിക്കളയും, ഇങ്ങനെ മൊത്തം മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവ ഇഷ്ടത്തെ മാത്രം കാണുക. ദൈവം മുൻകൂട്ടി പറയുന്നത്, എടാ ഇത് ഞാൻ അനുവദിച്ച് തന്നിരിക്കുകയാണ്, നീ മിണ്ടാതിരിക്കുക, നീ എന്നിൽ മാത്രം ആശ്രയിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ക്ഷമയോടെ കാത്തിരിക്കുക. ഹെബ്രിയ 6:15 ദൈവം പറയുക, അബ്രഹാമിന് വാഗ്ദാനങ്ങളെല്ലാം നിറവേറിയത് അവൻ കാത്തിരുന്ന്. ദൈവത്തിൻ്റെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാഗ്ദാനമായിട്ട് ദൈവം തന്നിരിക്കുക. നീ കാത്തിരിക്കണം ക്ഷമയോടെ. ദൈവത്തോട് പറയണം, എനിക്ക് വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ജീവിത രീതിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങൾ നിന്നെ മാത്രം, നിൻ്റെ മകനെ മാത്രം ആശ്രയിച്ചിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. ഈ നിമിഷം ഞങ്ങളെ തൊട്ട് ഞങ്ങൾ ദൈവത്തെ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. ആ കൃപ ഞങ്ങളെ ഹൃദയത്തിൽ നിറയ്ക്കണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു.
എൻ്റെ പേര് ആൻമരിയ തോമസ്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. ഇവർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്, ഏഞ്ചലും ആഷ്നയും. ഞങ്ങൾ 3 പേരും നേഴ്സസാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ സാധാരണ കൃപാസനത്തിനെ കുറിച്ച് കേൾക്കുന്നത് നമ്മുടെ റിലേറ്റീവ്സ് വഴിയും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസും കൃപാസന പത്രത്തിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും മാതാവിലും വിശ്വയിലും വിശ്വാസം ഉണ്ടെങ്കിലും നമുക്ക് കൃപാസനത്തിനെക്കുറിച്ചൊന്നും അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. കാരണം എന്തൊക്കെയോ കൃപാസന പത്രം കൊടുക്കുന്നു, അതൊക്കെ ഒരു പ്രമോഷൻ പോലെയൊക്കെയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അപ്പം ഞങ്ങൾക്ക് അത്രയ്ക്കും മാതാവിൽ വിശ്വാസമുണ്ട്, പക്ഷേ കൃപാസനത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ പക്ഷേ ഈ പത്രം കൊടുക്കുന്നതൊക്കെ ഭയങ്കര മോശമല്ലേ എന്നുള്ളൊരു ചിന്താരീതിയൊക്കെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ അതുകൊണ്ട് അത്ര അത് പ്രൊമോട്ട് ചെയ്തതൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് ഞങ്ങൾ നേഴ്സസാണ്. അപ്പോൾ ഞങ്ങൾ 4 കൊല്ലം പഠിച്ചത് മൊത്തം പുറത്ത് പോയി സെറ്റിൽ ആവണം, അവിടെ എങ്ങനെയെങ്കിലും നല്ല ജോലി, വെൽ സെറ്റിൽഡ് ആവണം, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു ചിന്തയിലൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ആസ് യൂഷ്വൽ ചെയ്ത പോലെ തന്നെ ഞങ്ങളും UK പ്രോസസ്സിങ് തുടങ്ങാം, പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ UK പോകാമെന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ OET എഴുതാനൊക്കെ തീരുമാനിച്ചതും. അപ്പം ആ സമയങ്ങൾക്ക് ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് കൂടുതൽ അധികം കേൾക്കാൻ തുടങ്ങി. കാരണം എൻ്റെ പപ്പയുടെ ബ്രദറും സിസ്റ്ററും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരാണ്. അവർ ശരിക്കും ക്യാൻസർ സർവൈവേഴ്സാണ്. അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് സൗഖ്യം ലഭിച്ചതെല്ലാം. അപ്പോൾ അങ്ങനെ അവരുടെ സാക്ഷ്യമാണ് ശരിക്കും എനിക്കപ്പോഴാണ് ഞാൻ മാതാവിൽ കൃപാസനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. കാരണം ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അത്രയും, അതും എൻ്റെ അങ്കിൾ 4th സ്റ്റേജിൽ നിന്നാണ് ക്യാൻസർ ഇത്രയും ബെറ്ററായിട്ട് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാതാവിൽ കൂടുതൽ വിശ്വസിച്ച് തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് OET എഴുതാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ 3 പേരും OET എഴുതിയതൊക്കെ. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ OET എഴുതിയെങ്കിലും ഞങ്ങൾക്ക് 3 പേർക്കും ഓരോ മൊഡ്യൂൾ വെച്ച് പോയി. പക്ഷേ അതെങ്ങനെ പോയെന്ന് ഞങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ എക്സാം ടഫാണ് OET. പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നു, പെർഫോമൻസൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ഞങ്ങൾക്കത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഞങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനും, അത് ഒരുപാട് ടെൻഷനായി. കാരണം ദൈവമേ, ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ച UK പോയി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതൊന്നും നടക്കത്തില്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു മൊഡ്യൂൾ വെച്ചല്ലേ പോയുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റും കൂടെ എടുക്കാം, അപ്പം നമുക്കത് ക്ലബ്ബിംഗ് ആയിട്ടോ എങ്ങനെയൊക്കെ നമുക്കത് സ്കോർ ആക്കിയെടുക്കാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഡേറ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുക്കാൻ പ്രാർത്ഥിച്ച് തീരുമാനിച്ചത് ഒരു October 28, 2023 അന്ന് ഡേറ്റ് എടുക്കാൻ ശരിക്കും ഞങ്ങളുടെ വീട്ടുകാരും കൂടെ ഞങ്ങളോട് പറഞ്ഞു October 28 തന്നെ എടുക്കാനായിട്ട്. കാരണം അന്ന് കൃപാസന റാലി നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങളുടെ വീട്ടുകാർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കൃപാസന റാലി വന്ന് പ്രാർത്ഥിച്ചു. സെക്കൻഡ് അറ്റംപ്റ്റും ഫസ്റ്റ് അറ്റംപ്റ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഒന്നും പഠിച്ചിട്ടില്ല, കൂടുതലും പ്രാർത്ഥിച്ചു പക്ഷെ പഠിച്ചിട്ടില്ല അത്രയും. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് കൂടുതൽ പ്രാർത്ഥിച്ചും പ്രിപ്പയർ ചെയ്തതും ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിലായിരുന്നു. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് അത്ഭുതകരമായി ഞങ്ങൾ 3 പേരും പാസ്സായി. ഞങ്ങൾക്ക് 3 പേർക്കും സ്കോർ കിട്ടി, UK സ്കോർ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഞങ്ങൾ ആസ് യൂഷ്വൽ ഞങ്ങൾ കൃപാസനത്തിൽ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾ ഉടമ്പടിയിൽ ആ സമയത്തൊന്നും ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ല. കാരണം ഉടമ്പടി എടുക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയായിരുന്നു, ഉടമ്പടി എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ UK പ്രോസസ്സിങ്, എല്ലാവരും UK പ്രോസസ്സിംഗ് ആണ്. അപ്പം ഞങ്ങളും UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് UK റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ UK റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നുള്ള സത്യമൊന്നും ഞങ്ങൾ അറിയുന്നില്ല. കാരണം ഏജൻസിക്കാർ പറയുന്നത് പ്രോസസ്സിംഗ് ഉണ്ട്, അടുത്ത മാസം വരും, അത് കഴിഞ്ഞിട്ടുള്ള മാസം വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. പക്ഷേ ഞങ്ങളതൊന്നും അറിയാതെ ഞങ്ങളും അങ്ങനെ അങ്ങ് വിശ്വസിച്ചങ്ങ് പോയി. അങ്ങനെ കുറേ മാസങ്ങൾ പോയതല്ലാതെ ഞങ്ങൾക്ക് UK ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. UK ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്നൊരു സമയത്ത് ഒരു 6 മാസം, ഏകദേശം ഒരു ജൂൺ ആയപ്പം എനിക്ക് ഒരു UK ഇൻ്റർവ്യൂ വന്നു, NHS ഹോസ്പിറ്റലിലോട്ട് തന്നെ. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇരുന്ന ഉടനെ തന്നെ പോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഇതുപോലെ തന്നെ സെയിം അവസ്ഥ. അവർ പിന്നീട് മെയിൽ അയച്ച് പറഞ്ഞു അവർക്കിപ്പം റിക്രൂട്ട്മെൻറ്റ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണെന്ന് പറഞ്ഞവർ. അങ്ങനെ അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹോപ്പ് ഒന്നുമില്ല. ദൈവമേ, ഇനി എന്നാ ചെയ്യും, ഒന്നുമില്ല ചെയ്യാനായിട്ട്. കാരണം UK പ്രതീക്ഷിച്ചിരുന്നു, UK ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ 2024 കൃപാസന റാലിക്ക് കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൃപാസന റാലിക്ക് വരുവാണ്. അപ്പോൾ കൃപാസന റാലിക്ക് വരുന്നതിന് മുന്നേ ഞങ്ങളുടെ മനസ്സിലുണ്ട് അയർലൻഡും കൂടി ഒന്ന് നോക്കാം. എനിവേ UK നമ്മൾ സ്റ്റാർട്ട് ചെയ്തു,
ഇനി 1 വർഷം കൂടി ഉണ്ട് OET വാലിഡിറ്റിക്ക്. അപ്പോൾ എന്നാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് അയർലൻഡും കൂടെ സ്റ്റാർട്ട് ചെയ്യാം, എന്താണേലും ഇത്രയൊക്കെ ആയില്ലേ, ഒരു അയർലൻഡും കൂടെ നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അയർലൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അയർലൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഞങ്ങൾക്ക് ആകെ ഡൗട്ടാണ്. കാരണം UK പകുതിയുള്ളൂ അയർലൻഡിൽ അതിൻ്റെ പകുതി ഇൻ്റർവ്യൂ നടക്കുന്നുള്ളൂ. അപ്പം നമുക്കത് കിട്ടുമോ? കാരണം കുറേ പേരോട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, ഏജൻസിക്കാരോട്, അവിടെ പോയി വർക്ക് ചെയ്യുന്നവരോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്. ഇവരൊക്കെ പറയുമ്പോഴും പറയുന്നത് UK ഇൻ്റർവ്യൂ കുറവായിരിക്കും അയർലൻഡ്, നിങ്ങളിനി അയർലൻഡ് തുടങ്ങിയാൽ വലിയ ഹോപ്പൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നു. എന്ന് പക്ഷേ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ആ ഇടയ്ക്ക് തന്നെ അയർലൻഡിന് കയറിപ്പോയി. അപ്പോൾ അവൾ പറഞ്ഞു, ഇടി നിങ്ങൾ എന്തായാലും തുടങ്ങും, നമുക്ക് നോക്കാം, ഞാൻ തുടങ്ങിയ ഏജൻസി തന്നെ നിങ്ങളും കൊടുത്താൽ മതി, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ അവൾ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ അപ്പം എന്നാൽ ഓക്കെ ശരി, എന്നാണ് അയർലൻഡ് തുടങ്ങാം. അപ്പോൾ അയർലൻഡ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും കൃപാസന റാലിയിൽ 2024 കൃപാസന റാലി വന്ന് കൂടിയിട്ടേ ഞാൻ തുടങ്ങുന്നുണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞാൻ 2024 കൃപാസന റാലി വന്ന് അറ്റൻഡ് ചെയ്തു, വന്ന് കൂടി. അങ്ങനെ കൃപാസന റാലി വന്ന സമയത്ത് ഞാൻ നിയോഗങ്ങൾ എഴുതിയപ്പോൾ ഞാൻ ഇത്രയും നിയോഗമേ വെച്ചിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെ നിയോഗം വെച്ചു, മാതാവേ എനിക്കറിയാം ഞാൻ UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ, എനിക്കറിയത്തില്ല എനിക്ക് ഏതാ ഏറ്റവും നല്ലതെന്ന്. ഇനിയിപ്പം നിനക്കിതൊന്നും അല്ല ആഗ്രഹമെങ്കിൽ ഓക്കെ, അതും ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. പക്ഷേ ഇനിയിപ്പം UK അയർലൻഡ് നിനക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതാ നല്ലതെന്ന് വെച്ചാൽ എനിക്കൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ടും അല്ലെങ്കിൽ അയർലൻഡ് പോകാൻ സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലൊക്കെയാണ്. ആ സമയത്ത് ഞാൻ UK ശരിക്കും പറഞ്ഞാൽ വിട്ടായിരുന്നു. കാരണം UK ഇനി നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അയർലൻഡിലും തരണേ മാതാവേ എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയതൊക്കെ. അങ്ങനെ ഞങ്ങൾ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് ഞങ്ങൾക്ക് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര പാടാണ്. അയർലൻഡ് പ്രോസസ്സിങ് തുടങ്ങിയവർക്കറിയാം അതിന് പേപ്പർ വർക്കൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അയർലൻഡ് പ്രോസസ്സിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് 1-2 മാസത്തിനുള്ളിൽ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെയും ഈ UK സെയിം അവസ്ഥ, ഇൻ്റർവ്യൂസ് നടക്കുന്നില്ല. ഏജൻസിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, നിങ്ങളെക്കാളും മുന്നേ ഡീൽ എടുത്തവർ ഇപ്പോഴും നിൽക്കുക, അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നേ എന്നൊക്കെയാണ് അവരുടെ സൈഡിൽ നിന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ഈ കാശും പോയി, UK ഇല്ല അയർലൻഡും ഇല്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങൾ പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോയിരുന്നൊരു ദിവസം എൻ്റെ ആൻറ്റി, എൻ്റെ പപ്പയുടെ ബ്രദറും സിസ്റ്ററും എന്നോട് എപ്പോഴും പറയും, മാളു നീ ഒരു ഉടമ്പടി എടുക്കുക, നീ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, നിങ്ങൾ 3 പേരും പോയി ഒന്ന് ഉടമ്പടി എടുക്കുക, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് അവരെന്നോട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഉള്ളിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളൊരു അതെനിക്കറിയാം. കാരണം അവരത്രയും എൻ്റെ പപ്പയുടെ ബ്രദറും സിസ്റ്ററും അത്രയും കാര്യമായിട്ടാണ് ഉടമ്പടി കാണുന്നത് തന്നെ. അപ്പോൾ അത് അത്രയും പ്രഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാനത് എടുത്തു കഴിഞ്ഞാൽ വെറുതെ ഉടമ്പടി ചുമ്മാ ഉഴപ്പിക്കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു പണി കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പം ഞാനെപ്പോഴും ആ ഒരു മടിയുള്ളതുകൊണ്ട് തന്നെ ഞാനപ്പം അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിങ്ങനെ താല്പര്യപ്പെടാണ്ട് നിൽക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ദിവസങ്ങൾ പോയി, മാസങ്ങൾ പോയി. ഒരു ഫെബ്രുവരി 2025 അപ്പം അന്നൊരു 13-ാം തീയതിയൊക്കെ ആയപ്പം എൻ്റെ ആൻറ്റി എനിക്കൊരു സാക്ഷി അയച്ചു തരുവാണ്. എൻ്റെ പോലെ സെയിം UK ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് അവസാനം ആ കൊച്ചിന് ഓഫർ ലെറ്റർ കിട്ടി, ആ കുട്ടി പോകുന്നതായിട്ടാണ് ആ സാക്ഷ്യം. അപ്പോൾ ആ സാക്ഷ്യം ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയും എന്നെപ്പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചായിരുന്നു. ആ കുട്ടി വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി എടുത്ത് കൃത്യമായിട്ട് പാലിച്ചു പോയ ആളാണ്. അപ്പോൾ ആ കുട്ടിയുടെ സാക്ഷി ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ ഇവരോട് 2 പേരോടും പറഞ്ഞു, ഒരു ഉടമ്പടി അങ്ങ് എടുക്കാം. ഞാനൊരു സാക്ഷ്യം കണ്ടു, ഞാൻ ആ സാക്ഷി ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നമുക്കെന്നാൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എന്നാൽ ശരിയെന്നാൽ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇവിടെ ഞങ്ങൾ ഫെബ്രുവരി 16, 2025 ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉടമ്പടിക്ക് മുൻപേ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ പള്ളിയിൽ പോകാൻ പറ്റുന്ന ദിവസമൊക്കെ പള്ളിയിൽ പോകും, കുരിശ് വരയ്ക്കാൻ പറ്റുന്ന ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ജപമാല ചെല്ലും. കാരണം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെ നൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മളത് ഭയങ്കര റെയറായിട്ടൊക്കെയാണ് കുരിശ് വരയും പ്രാർത്ഥനയും ഒക്കെ ഉള്ളത്. ആ സമയത്തൊന്നും ഞാൻ അത്രയും പാഷനായിട്ടായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പിന്നെ ബൈബിളാണെങ്കിലും വായിക്കുന്നത് മേവേ ആഴ്ചയിൽ 1-2 തവണ എങ്ങാനും ബൈബിൾ തുറന്ന് നോക്കിയാലായി. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്കൊട്ടും ക്ഷമയില്ല. ഞാൻ ഭയങ്കരമായിട്ടും എനിക്കെല്ലാം പെട്ടെന്ന് വേണം. അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ദേഷ്യമൊക്കെ ആവും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് തന്നെ എന്നെ കണ്ടിന്യൂസിൽ ഒരു 3-4 തവണ എന്നെ എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് അവസാനം ദേഷ്യം വരും. അവരോട് എനിക്ക് ദേഷ്യമാവും. എൻ്റെ കൊളീഗ്സിനോടാണെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന്
ശേഷം എനിക്ക് വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും എന്നിൽ എനിക്ക് ശരിക്കും ഇത് മനസ്സിലാവുന്നുണ്ട്. കാരണം ദിവസം ബൈബിൾ വായിക്കാൻ തുടങ്ങി, പിന്നെ ജപമാല ചെല്ലാൻ തുടങ്ങി, കുർബാന കൂടാൻ തുടങ്ങി. കുർബാന പരമാവധി ഞാൻ കൂടും. കുർബാന എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിപ്പം സൺഡേ ഞാൻ എസ്പെഷ്യലി ഞാൻ കൂടാൻ നോക്കും. കാരണം എനിക്കിപ്പോൾ സൺഡേ എനിക്ക് ഇനിയിപ്പം മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാനത് മോർണിംഗ് ഷിഫ്റ്റ് മാക്കി അത് ഈവനിങ് ആക്കിയിട്ട് ഞാൻ മോർണിംഗ് കുർബാന കൂടാനായിട്ട് പോകും. അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കുർബാന കൂടാനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 3 പേരും കുർബാന കൂടാനും കൊന്ത ചെല്ലാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഞങ്ങൾ അന്നേരമാണ് തുടർച്ചയായിട്ട് തുടങ്ങിയത്. പിന്നെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കും, വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കും. അതൊക്കെ വലിയൊരു മാറ്റമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. പിന്നെ എനിക്കാണെങ്കിലും ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ പിന്നെ തീരുമാനിക്കാൻ ഒരു കാരണം എൻ്റെ ആത്മീയതയിലുള്ള എൻ്റെ വളർച്ച ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് പോകാമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 4 കൊല്ലം ഞാൻ നേഴ്സിംഗ് പഠിച്ചപ്പം ഞാൻ എന്നും പള്ളിയിൽ പോകും. ഞങ്ങൾ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾ തന്നെ എന്നും കുർബാനയും കൂടി കൊന്തയൊക്കെ ചെല്ലുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ജോലിക്ക് കയറിയ പിന്നെ അതൊന്നും ഇല്ലാതെ ആയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങളൊരു ഉടമ്പടി എടുക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങളുടെ ഒരു ആത്മീയ വളർച്ചയ്ക്ക് അതെന്തായാലും നല്ലതായിരിക്കും ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് മുമ്പോട്ട് പോയി. അങ്ങനെ ഉടമ്പടി എടുത്ത് മുമ്പോട്ട് പോയെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഭയങ്കര സംഭവമായി ഞങ്ങൾ വിചാരിച്ചു ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു അത്ഭുതം നടക്കും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല നടന്നത്. ഉടമ്പടി എടുത്തു, മാസങ്ങൾ പോയി, കുറേ നാളുകൾ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മാറ്റവും വന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഏജൻസിക്കാരനെ വിളിക്കുമ്പോൾ അയാൾ പറയുന്നത് വലിയ മാറ്റമൊന്നുമില്ല, ഇവിടെ ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ആൾക്കും വലിയ ഹോപ്പൊന്നുമില്ല ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ. അങ്ങനത്തെ ഏകദേശം ഒരു കൈവിട്ട രീതിയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മെയ് മാസത്തിൽ നമ്മുടെ ഉടമ്പടി ധ്യാനം കൂടുകയാണ്, ചൊവ്വാഴ്ച. ആ ഉടമ്പടി ധ്യാനം കൂടിയ സമയത്തുണ്ടല്ലോ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാനന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. ആ സമയങ്ങളിൽ ഞാൻ ജപമാലയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 4 രഹസ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ആ സമയത്തൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ്. ഒട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇനി ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആകെ ഒരു സമാധാനം ഈ കൊന്ത ചെല്ലുന്നതും പിന്നെ കുർബാനയ്ക്ക് പോകുന്നതും ബൈബിൾ വായിക്കുന്നതും മാത്രമായിരുന്നു ആകെ ഒരു സമാധാനം. അതിലായിരുന്നു മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാനതൊക്കെ ഓർക്കുമ്പോൾ എനിക്കത് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്, ഞാൻ എങ്ങനെ അതൊക്കെ ഞാൻ സർവൈവ് ചെയ്തതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, ആ സമയത്ത് എൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മാതാവ് എനിക്കിതിനൊരു ഉത്തരം തരണം, ഈ പാസ്പോർട്ടും കൊണ്ട് എനിക്ക് അയർലൻഡ് പോകാൻ പറ്റുന്നത്. അപ്പം ഞാൻ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെൻസിൽ വെച്ച് എഴുതിക്കുക, എൻ്റെ മാതാവ് എനിക്ക് അയർലൻഡ് പോകാൻ കൊതിയാവുന്നു, എന്നെ നീ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാമോ എന്നൊക്കെ ഞാനിങ്ങനെ പെൻസിൽ വെച്ച് എഴുതിക്കുവാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, ആ സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കുട്ടി അവൾക്ക് ഒരു കാര്യത്തിന് തീരുമാനമാവാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവളുടെ പ്രാർത്ഥന മാതാവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അവൾക്ക് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരില്ല, ഡിസംബറിന് മുന്നേ അവളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകും എന്നാണ് അച്ഛൻ അന്ന് ആ സന്ദേശത്തിൽ പറഞ്ഞത്. അത് ഞാൻ വിശ്വസിച്ചു. അപ്പം കാരണം ഞാൻ കൃത്യം എൻ്റെ പാസ്പോർട്ട് കൈ വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു സന്ദേശമായിരുന്നു അത്. അപ്പം ഞാൻ വിശ്വസിച്ചു, ഇത് എനിക്കുള്ളതാ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കുള്ളതാണ്. കാരണം ഞങ്ങൾ അത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാതാവ് ഞങ്ങൾക്ക് അന്നൊരു അടയാളമാണ്, അത് അച്ഛനിലൂടെ ഞങ്ങൾക്ക് അന്നൊരു സന്ദേശമെന്ന് ഞാനപ്പം ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ മെയ് മാസം കഴിഞ്ഞു, ഒന്നും നടന്നില്ല. ഏപ്രിലായി, മെയ്, ജൂൺ, ജൂലൈ ഒക്കെ ആയി. അങ്ങനെ ഒരു ജൂൺ മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേറൊരു ഇൻ്റർവ്യൂ വരുവാണ് അയർലൻഡിലേക്ക്. പക്ഷേ ആ ഇൻ്റർവ്യൂവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഇൻ്റർവ്യൂവിൽ ഒറ്റ വേക്കൻസിയേ ഉള്ളൂ. ഞങ്ങളൊരു 6 പേരുണ്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 6 പേർക്കും ഒരൊറ്റ വേക്കൻസിയും. അപ്പം ഞങ്ങൾ സാറിനോട് ചോദിച്ചു, ഇത് ശരിയാണ്, ഞങ്ങൾ 3 പേര് ഒരുമിച്ച്, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഉടമ്പടി എടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പഠിച്ച് വർക്ക് ചെയ്ത് വന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ തന്നെയാണ് താല്പര്യം. കാരണം ഒരാൾക്കത് കിട്ടിയില്ലെങ്കിലുള്ള വിഷമം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അപ്പം ഞങ്ങളിങ്ങനെ സാറിനോട് ചോദിച്ചു. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞു, ഒരു വേക്കൻസി ഉള്ളെങ്കിലും പറയാൻ പറ്റത്തില്ല, അവർ ചിലപ്പോൾ 2 3 പേരെ എടുക്കും, അത് ചിലപ്പോൾ നിങ്ങളാവാം എന്ന രീതിയിലും സാറിങ്ങനെ നമുക്കൊരു ഹിൻറ്റ് തന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓക്കെ നമുക്കത് കിട്ടും, നമ്മളത് നമുക്കത് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾക്ക് ലഭിച്ചില്ല, ബാക്കി 2 പേർക്കും, എനിക്കും ആഷയ്ക്ക് അത് ലഭിച്ചു. അത് ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അതൊരു ഫോളോ അപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു, നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പം ഒരാൾക്ക് കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഹോപ്പും ഞങ്ങൾക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്കുണ്ട് മനസ്സിൽ, ദൈവമേ ഈ ഇൻ്റർവ്യൂ ലാസ്റ്റ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു പിടിവള്ളിയാണ്, ഇനി അത് ഞങ്ങൾക്ക് കിട്ടത്തില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആ സമയത്തും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഫോളോ അപ്പ് ഇൻ്റർവ്യൂ നടന്ന സമയത്ത് അവർ പറഞ്ഞു, നിങ്ങളൊരു 3 പേരുണ്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, ഇതിലൊരാളെ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്ന് അവർ ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ടെൻഷനായി, ഞാനാണോ ആഷ്നയാണോ അതോ മറ്റൊരു കുട്ടിയാണോ ആരാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല.
അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന 2 ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ ആസ് യൂഷ്വൽ ഞങ്ങൾ നോർമൽ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് വന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ഞങ്ങൾ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും ഒരു ഭയങ്കരമായിട്ട് ഞങ്ങളെ കൂടുതൽ സങ്കടപ്പെടുത്തി. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക ഈശോയോട് മാതാവോട്, എന്തിനാ ഇങ്ങനെ ഞങ്ങൾ എന്തിനാ ടോർച്ചർ ചെയ്യുന്നത്? ഞങ്ങൾ ചോദിച്ചിട്ടല്ല ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കാത്ത സമയത്ത് ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ വന്നിട്ട് ഇത് ഞങ്ങൾക്ക് വെറുതെ ഒരു ഇൻ്റർവ്യൂ വന്ന് ഒരു വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തിനാ വെറുതെ കൂടുതൽ കഷ്ടപ്പെടുത്താനാണോ, കൂടുതൽ ഞങ്ങൾക്ക് ഇങ്ങനെ വേദനകൾ തരാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ തന്നതെന്ന് ഞാനിങ്ങനെ ഈശോയുടെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ആഷ്നെ വിളിച്ച് പറയുന്നുണ്ട്. കാരണം ഏഞ്ചൽ ഓൾറെഡി ഡിപ്രസ്ഡ് ആണ്. അവൾക്ക് ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ സെക്കൻഡ് ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവളെ വിളിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായില്ല. ഞാനപ്പോൾ ആഷ്നെ വിളിച്ചു. ആഷ്നോട് പറഞ്ഞു, എന്തിനാണ് നമ്മളെ മാതാവ് ഈശോ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? ഇതിനേക്കാളും ഭേദം ഒന്നും തരാതിരിക്കുമായിരുന്നല്ലോ. നമ്മൾ ഉടമ്പടി എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇത്രയും പോലും പ്രാർത്ഥിക്കാത്തവർ നമുക്ക് ചുറ്റും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണോ ദൈവം നമുക്ക് ഇത്രയും പരീക്ഷണങ്ങൾ തരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആഷ്ന എന്നോട് പറഞ്ഞു, എടി ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളവരെ, അല്ലെങ്കിൽ മാതാവിനും ഈശോയ്ക്കും കൂടുതൽ ഇഷ്ടമുള്ളവരെയാണല്ലോ മാതാവ് ഈശോയും പരീക്ഷിക്കുന്നത്. അതുപോലെ നമ്മളെ പരീക്ഷിച്ചാൽ നീ അത്ര ഓർത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ആ ഒരു സങ്കടത്തിലൊരു ദേഷ്യത്തിലും ഞാൻ ആഷ്നോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഈശോയും മാതാവും നമ്മളെ സ്നേഹിക്കാതിരിക്കുന്നത് നല്ലത്. ഇങ്ങനെ പരീക്ഷണം തരാനാണെങ്കിൽ എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ എൻ്റെ വിഷമത്തിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞു തീർന്ന ആ സെക്കൻഡിൽ തന്നെ ഞാൻ റിയലൈസ് ചെയ്തു ഞാൻ പറഞ്ഞത് അത്രയ്ക്കും വലിയൊരു തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനപ്പോൾ തന്നെ ഈശോയുടെ സോറി പറഞ്ഞു, മാതാവിനോട് സോറി പറഞ്ഞു. പക്ഷേ അതൊന്നും കാര്യമില്ല. പക്ഷേ അത് എനിക്കറിയാം ഈശോയ്ക്കും മാതാവിനെ അത് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഒട്ടും, പക്ഷേ അത് വെള്ളിയാഴ്ച റിസൾട്ട് വന്നു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. വീട്ടിൽ വിളിച്ചിട്ട് കരച്ചില്ല. വീട്ടുകാർ പറഞ്ഞു, എന്നാൽ വീട്ടിലോട്ട് പോരെ, നിനക്ക് ഇത്രയും ഒട്ടും അവിടെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പോരെ. എനിക്ക് ജോലിയിലാണ് സ്ട്രെസ്സ്, ജോലിയും പറ്റുന്നില്ല, എല്ലാം കൂടി ഇട്ടിട്ട് പോയാലോ എന്നുള്ളൊരു ചിന്തയൊക്കെയായി. അങ്ങനെ എൻ്റെ ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടി നീ ഒരു കാര്യം ചെയ്യുക, നാളെ ശനിയാഴ്ചയല്ലേ, അച്ഛൻ കാണും, നീ ഒന്ന് കൃപാസനത്തിൽ ചെല്ല്. അപ്പോൾ അവിടെ ചെന്നിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി ശനിയാഴ്ച ഇവിടെ വന്നു. ശനിയാഴ്ച ഇവിടെ വന്ന് ഞാനിവിടെ വന്ന് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ് ഞാൻ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കരഞ്ഞ് അത്രയും ഞാൻ തളർന്നു, ഞാൻ മടുത്തു. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, എനിക്കിനി വയ്യ, ഇതിനേക്കാളും ഭേദം ഒരു അറ്റാക്ക് വന്നങ്ങ് മരിക്കുമായിരുന്നു എന്ന് വരെ ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് ഞാനിങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി കയറി. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പം അച്ഛൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ OETയും എൻ്റെ DLും ഒക്കെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടേ പ്രാർത്ഥിച്ചു. പിന്നെ ഈശോയുടെ രൂപത്തെ കൊണ്ടേ പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്കിങ്ങനെ ഡൗട്ടാണ്, ഞാൻ ഇനി UK എന്തെങ്കിലും മാസ്റ്റേഴ്സ് എടുക്കാൻ പോകണോ, അല്ലെങ്കിൽ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകണോ, അല്ലെങ്കിൽ ഞാൻ ഈ അയർലൻഡ് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിൻ്റെ OETക്ക് ഇനി എത്ര നാളും കൂടെ വാലിഡിറ്റി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇനിയൊരു 4 മാസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു വാലിഡിറ്റി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, 4 മാസം കൂടെ ഇല്ലേ, OET കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, എന്നിട്ടൊരു തീരുമാനം എടുത്താൽ പോരെയെന്ന് അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായില്ലേ, ഇതിപ്പോൾ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്, എന്നോട് വെയിറ്റ് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്, അതോ ഞാനിനി വേറെ എന്തെങ്കിലും ചെയ്യണോ, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആൻറ്റിയും ബ്രദറും പറഞ്ഞു, എടി അത് അച്ഛൻ പറഞ്ഞേക്കുന്നത് നിനക്കത് കിട്ടുമെന്ന് തന്നെയാണ്, അപ്പോൾ നീ അത് വിശ്വസിക്കാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഞാൻ വിശ്വസിച്ചില്ല. ആക്ച്വലി എൻ്റെ പപ്പ പറഞ്ഞു, എന്നാൽ അച്ഛൻ എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് നീ എന്നാൽ ഒരു അങ്ങനെ പോട്ടെ, നമുക്കെന്തായാലും അയർലൻഡിൽ വേണ്ടി തന്നെ നോക്കാം, എന്താണേലും നീ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ അവിടുന്ന് നമുക്ക് എൻക്വയറി വരുന്നുണ്ട്, അപ്പം നമുക്ക് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ലീവ് എടുക്കുന്നു. അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് കയറിയിട്ട് മാസങ്ങളായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ അബ്സ്കൗണ്ടായി പോയോ എന്നൊക്കെ അവർക്കൊരു ഡൗട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവരോടിങ്ങനെ, അപ്പം എനിക്ക് തിരിച്ച് ആ ഹോസ്പിറ്റലിലോട്ട് കയറുന്നത് അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ഓക്കെ ജോലി അങ്ങ് റിസൈൻ ചെയ്തേക്കാം, നമുക്കെന്നാൽ പയ്യെ ജർമ്മൻ ചുമ്മാ പേരിനങ്ങ് പഠിക്കുന്ന രീതിയിൽ ഒരു 2 മാസമല്ലേ, അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു. ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചതാണ് അത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു. അതായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ബ്ലണ്ടർ. ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി ഏകദേശം ഒരു A1 എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റുകയില്ലാന്ന്. ഞാനും ഏഞ്ചലുമാണ് ശരിക്കും ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയത്. ആഷ്ന ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായില്ല, അവൾ വർക്ക് ചെയ്ത് തന്നെ കണ്ടിന്യൂ ചെയ്തു.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായി. എടി നമ്മൾ ജോലി റിസൈൻ ചെയ്തു, ജർമ്മൻ നമ്മളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി, നമ്മളിനി എന്നാ ചെയ്യും, നമുക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവരെന്നോട് പറയുന്നുണ്ട്, എന്നാൽ നമുക്കെന്നാ സൗദിയൊക്കെ തുടങ്ങിയാലോ എന്നൊക്കെ ഒരു രീതിയിൽ നമുക്ക് ചിന്ത വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് സൗദി ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ആകെ ഒരു സമാധാനം ഇപ്പോൾ ഉള്ളത് ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നതും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ. സൗദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അവിടെ പള്ളിയൊക്കെ ഉണ്ടോയെന്ന്. എനിക്ക് പള്ളിയൊന്നും കുർബാനയൊന്നും കൂടാണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ ഇങ്ങനെ ഇവന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു, എടി മാതാവ് ഇനിയിപ്പോൾ എന്താ വിധിച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല, ഇനിയിപ്പോൾ സൗദി ആണെങ്കിൽ സൗദി നമുക്ക് നോക്കാമെന്നുള്ള രീതി ഇങ്ങനെ പോട്ടെ, ഒരു മാസം കൂടെ പോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ ജർമ്മൻ പഠിത്തം നിർത്തി, എനിക്ക് മതിയായി, എന്നെ കൊണ്ടത് പറ്റുന്നില്ല. കാരണം അത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇരട്ടി സ്ട്രെസ്സായി. അപ്പം എനിക്ക് മനസ്സിലായി ഞാനത് അച്ഛൻ്റെ വാക്കിനെതിരായിട്ട് ഞാൻ ചെയ്തതാണ്. അച്ഛൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും പോയി പ്രാർത്ഥിച്ച് എനിക്കെന്ന സന്ദേശമായിരുന്നു. ഞാനത് ധിക്കരിച്ച് പോയി എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾ ജർമ്മൻ പഠിത്തം. അപ്പം അതെനിക്ക് ഞാനത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആകെ ടെൻഷനായി, ഇനി ആകെ ഗ്യാപ്പായി, ജോലിയില്ല, നാട്ടുകാരുടെ ചോദ്യങ്ങൾ നാട്ടുകാരിങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നത്, എന്തായി പോണില്ലേ. എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട് ഒട്ടും പറ്റാത്ത അവസ്ഥയായി. ഞാൻ എന്നും കരച്ചിലും പ്രാർത്ഥനയും മാത്രം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. രാവിലെ പള്ളി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കും, പക്ഷേ എനിക്കെന്തോ പള്ളി പോകാൻ മാത്രം ഭയങ്കര ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പള്ളി പോകുമായിരുന്നു. പള്ളി പോക്കും കുർബാനയും മാത്രം. കുർബാന കൂടി ഇങ്ങ് വന്നു കഴിയുമ്പോൾ തന്നെ ഇരുന്ന് മാതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. മാതാവേ, ജോലിയില്ല, ജർമ്മനില്ല, ഒന്നുമില്ല, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇനിയിപ്പോൾ സൗദി വല്ലതും തുടങ്ങണോ, ഒരു ഐഡിയയില്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കരഞ്ഞ് ഒരു ദിവസം ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഇൻ്റർവ്യൂ. അപ്പം ഞങ്ങൾ സാറിനോട് ചോദിച്ചു, സാറ് ഇതെങ്ങനെ അന്നത്തെ പോലെ ഒരു വേക്കൻസി ആണോ അതോ കുറച്ചധികം വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞു, ഇതൊരു 5-6 വേക്കൻസി ഉണ്ട്, നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാമെന്നുള്ള രീതി, 3 പേർക്കും അറ്റൻഡ് ചെയ്യാമെന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്കതൊരു ചെറിയ പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് പറയുന്നില്ല. സാധാരണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം, കൂടിപ്പോയാൽ 2 ദിവസം, അതിനുള്ളിൽ റിസൾട്ട് വരേണ്ടതാണ്. ഞങ്ങളുടെ റിസൾട്ട് വരുന്നില്ല. പിന്നെയും പഴയ അവസ്ഥ തന്നെ. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിക്കുക, മാതാവേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും പറഞ്ഞായിരുന്നു, ഞങ്ങൾക്കിനി ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് 3 പേർക്കും പാസ്സാവാനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു ഇൻ്റർവ്യൂ മതി, അല്ലെങ്കിൽ വെറുതെ അതിനെ ഓർത്ത് സങ്കടപ്പെടാനോ അതോർത്ത് കരയാനോ ഞങ്ങൾക്കിനി വയ്യാന്ന് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ ഈ റിസൾട്ട് വരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ചയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ, ഒരാഴ്ചയാകുമ്പോഴേലും റിസൾട്ട് വരുമായിരിക്കും ഞങ്ങൾ വിചാരിച്ചു. ഒരു രക്ഷയില്ല, ഒരു റിസൾട്ടൊന്നും വന്നില്ല. അങ്ങനെ 2ാമത്തെ ആഴ്ചയായി. ഈ 2ാമത്തെ ആഴ്ചയുടെ സമയത്തും ഈ സമയങ്ങളെല്ലാം ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ കുരിശ് വരയ്ക്കുന്നു, ജപമാല ചെല്ലുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ അവിടെ കുറേ പാവപ്പെട്ട പേഷ്യൻസ് ഉണ്ട്. അവരോട് നമ്മൾ പേഷ്യൻസിന് നമ്മൾ ഫുഡ് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ധനസഹായം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു സ്വഭാവത്തിന് വന്നൊരു ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരോടും കുറച്ചും കൂടെയൊക്കെ ഒരു മനസ്സലിവ് തോന്നി. പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി മാത്രമായിരുന്നു. ഞാൻ ഭയങ്കര സെൽഫിഷായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അല്ലെങ്കിൽ കൂടിപ്പോയി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. അതിനപ്പുറം ഞാൻ ആർക്കും വേണ്ടി അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതലും ദൈവത്തിൻ്റെ അടുത്ത് അടുക്കാൻ തുടങ്ങിയത്, കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, മറ്റുള്ളവൻ്റെ വിഷമം എന്നാന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആണെങ്കിലും വേദനിക്കുന്ന കാണുമ്പോൾ നമുക്കും സങ്കടം വന്നു തുടങ്ങിയതൊക്കെ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്നൊരു മാറ്റമായിരുന്നു. ആത്മീയതയിൽ ഞാൻ അത്രയും വളർന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ റോട്ടിലാണെങ്കിലും സൈഡിൽ പാവങ്ങൾ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സഹതാപം തോന്നും. ഞാൻ എൻ്റെ അവസ്ഥ ഒന്ന് കമ്പയർ ചെയ്യും, അവരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ എന്ത് ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നിപ്പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടൊന്നും വരാതെ ഒരു ദിവസം, ഒരു വ്യാഴാഴ്ചയാണ് അന്ന് ഞാനിങ്ങനെ ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ടായിരുന്നു. ഡെയിലി ബ്രെഡ് ഞങ്ങൾ എല്ലാ ദിവസവും കൂടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഓരോ ദിവസം ഓരോ സന്ദേശങ്ങൾ പറയും. അത് ശരിക്കും നമുക്കൊരു പ്രചോദനം. ഓരോ ദിവസത്തെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുന്നതാണ്, ജോസഫ് അച്ഛൻ്റെ. അങ്ങനെ ഡെയിലി ബ്രെഡ് കൂടുന്ന ആ ദിവസം അന്ന് രാവിലെ അച്ഛൻ ഇങ്ങനെ പറയാണ്, കുറേ മക്കളെ എൻ്റെ കാര്യം പറയണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. അവരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അവരുടെ കാര്യങ്ങൾ ഇന്ന് മാതാവ് സാധിച്ചു കൊടുക്കട്ടെ എന്ന് പറയുന്നു. അന്നേ ദിവസം വൈകുന്നേരം 4:50 ഏജൻസിയിലെ സാറ് എന്നെ വിളിച്ച് പറയാണ്, ആൻമരിയ, നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, നിങ്ങൾ 3 പേരും പാസ്സായി എന്ന് പറഞ്ഞു. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനത്തെ ഒരാഴ്ചയായിട്ടും
2 ദിവസം കൊണ്ട് വരേണ്ട റിസൾട്ട് 2 ആഴ്ച എടുത്ത് റിസൾട്ട് വരാനായിട്ട്. ആ റിസൾട്ടിൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് പാസ്സാവണമെങ്കിൽ അത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. കാരണം അത്രയും മാതാവിനെ ഞങ്ങളുടെ അവസ്ഥ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ അത്ര എണ്ണിപ്പെറുക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേറെ ഒന്നുമില്ല, ജോലിക്ക് പോകുന്നില്ല, പഠിക്കുന്നില്ല, ആകെയുള്ള ഒറ്റ കാര്യം പ്രാർത്ഥന മാത്രമാണ്. കൊന്ത ചെല്ലുക, മാതാവിൻ്റെ രൂപം നോക്കി കരയുക, മാതാവിനോട് ഇങ്ങനെ എണ്ണിപ്പെറുക്കുക, ഈശോയോട് പറയുക, ബൈബിൾ വായിക്കുക. അരമണിക്കൂറൊന്നും അല്ല ആ സമയത്ത് ബൈബിൾ വായിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു എപ്പോഴും ബൈബിൾ തുറന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ബൈബിൾ തുറന്നു നോക്കിയപ്പം എനിക്ക് കിട്ടിയ ഒരു വചനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞാണ് പ്രാർത്ഥിച്ച് എണീക്കുന്നത്. ഒരു വെളുപ്പിന് 5:30 ഞാനിങ്ങനെ കരഞ്ഞ് ഞെട്ടി എണീക്കുക, ഇനി എന്താവും എന്ന് ഓർത്ത ടെൻഷനിൽ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഡെയിലി ബ്രെഡ് കൂടി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് നോക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്താണെന്ന് വെച്ചാൽ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന്. ആ വചനത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാനിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി ഞങ്ങൾ മുമ്പോട്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് ജോബ് ഓഫറും കോൺട്രാക്ട് ലെറ്ററും വരുന്നില്ല. എല്ലാ കാര്യത്തിനും ഭയങ്കര ഡിലേ ആവുന്നു. ഓൾറെഡി ഇനിയിപ്പം OET 4 മാസം വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് നേരെ ചുരുങ്ങി 2 മാസമായി. ഇപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. ഇനി ഈ ജോബ് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും ഒക്കെ ഇത്ര ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം OET എക്സ്പയർ ആയി കഴിഞ്ഞാൽ പോയിട്ടൊരു കാര്യമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളുടെ ഏജൻസിക്കാരനെ വിളിച്ച് വെച്ചപ്പോൾ ഏജൻസിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ OET ഒക്ടോബർ 28 വരെ ഉള്ളുവെങ്കിലും നിങ്ങളുടെ DLൻ്റെ വാലിഡിറ്റി ഡിസംബർ 6 വരെ ഉണ്ട്. അപ്പം നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് ഈ DLൻ്റെ വാലിഡിറ്റി നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസംബറിന് മുന്നേ കയറി വന്നാൽ മതി. അപ്പം ഞാൻ കണക്ട് ചെയ്തു. അന്ന് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞത് ഡിസംബറിന് മുന്നേ ആ കൊച്ചിൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാവുന്ന ആ സെയിം എനിക്ക് എൻ്റെ ഡിസംബറിന് മുന്നേ ഞങ്ങളുടെ കാര്യത്തിന് തീരുമാനമാക്കും എന്ന് ഏജൻസിക്കാരൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഞങ്ങൾ കൂടി ഞങ്ങളുടെ ജോബ് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും ഒക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ഈ അയർലൻഡ് വിസയ്ക്ക് വേണ്ടിയിട്ട് എട്ടിപ്പിക്കൽ വിസ എന്ന് പറഞ്ഞൊരു വിസ, ഒറിജിനൽ വിസ വെക്കുന്നതിന് മുന്നേ എട്ടിപ്പിക്കൽ വിസ വെക്കണം. ഈ എട്ടിപ്പിക്കൽ വിസയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ എട്ടിപ്പിക്കൽ വിസ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ പോയാൽ ഒന്നും ശരിയാവുന്ന കാര്യമില്ല. എട്ടിപ്പിക്കൽ വിസ ഇതിന് വേണ്ടിയിട്ട് 2-3 തവണയൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കണം. പക്ഷേ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോയി എട്ടിപ്പിക്കൽ വിസ വെക്കാനായിട്ട് ചെന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് തന്നെയാണ് പോയതെല്ലാം. നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെന്ന് അന്ന് രാവിലെ ഞങ്ങൾ ചെന്നു, വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ എട്ടിപ്പിക്കൽ വിസയ്ക്ക് ഞങ്ങൾ വെക്കാൻ പറ്റും ഞങ്ങൾക്ക്. അതുപോലെ തന്നെ എട്ടിപ്പിക്കൽ വിസയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ അതിൻ്റെ അപ്രൂവൽ വരാൻ മിക്കവർക്കും തന്നെ 5-6 ദിവസം എടുക്കും, അല്ലെങ്കിൽ 2 ആഴ്ച വരെ എടുത്തവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എട്ടിപ്പിക്കൽ വിസ 2 ദിവസം, എൻ്റെ വിസ 1 ദിവസം കൊണ്ട് വന്നു. ഇവർക്ക് 2 പേർക്കും എട്ടിപ്പിക്കൽ വിസ 2 ദിവസം കൊണ്ട് വന്നു. അങ്ങനെ എട്ടിപ്പിക്കൽ വിസയൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഏജൻസിക്കാർ പറഞ്ഞു, ഓക്കെ ഇനി നിങ്ങൾക്ക് വിസയാണ് വെക്കേണ്ടത്. വിസ വെക്കാനായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ നേരെ ഡൽഹിക്ക് തന്നെ പോകണം, അയർലൻഡ് എംബസി തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഡൽഹിയിൽ ഞങ്ങൾക്ക് ആർക്കും ആരെയും പരിചയമില്ല, ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല. ആകെ അറിയുന്ന ഒരു ഇംഗ്ലീഷ് മാത്രമുണ്ട്, പിന്നെ മലയാളമുണ്ട്, വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് എങ്ങനെ ചെല്ലേണ്ടത് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, നിങ്ങൾ ഫ്ലൈറ്റിന് പോകണം, ഫ്ലൈറ്റിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏതൊരു സ്ഥലപ്പേര് പറഞ്ഞു, അവിടെയാണ് അയർലൻഡിൻ്റെ നമ്മുടെ എംബസി ഉള്ളത്, ഗ്ലോബൽ VFS ഉള്ളതെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങളിത് എന്ത് ചെയ്യും, മണ്ടത്തരം വല്ലതും കാണിക്കും എന്നൊക്കെയുള്ള ടെൻഷനായി. പക്ഷേ അവിടെയും മാതാവിൻ്റെ ഇടപെടലുണ്ടായി ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് അത്. ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം മാതാവിൻ്റെ ഇടപെടലാണ്. കാരണം ഞങ്ങളവിടെ എൻ്റെ ആൻറ്റി വിളിച്ചിട്ട്, ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് ഡൽഹിയിലുണ്ട്, ആളുടെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ ആളുടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ, ആൾ ഞങ്ങൾക്ക് അവിടെ റൂം തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ, ഇന്നേ വരെ ഞങ്ങൾ ആ ചേട്ടനെ അറിയത്തില്ല. എൻ്റെ ആൻറ്റിയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവാൻ തന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ച പോലുമല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ വെളുപ്പിനെ 2 മണിക്കാണ് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. ആ അങ്കിൾ കൃത്യം ഞങ്ങൾ 2 മണിക്ക് അവിടെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. അത്രയും ഒരു വലിയ ഉപകാരമൊന്നും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ ചെയ്യുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ആ അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അത് ഞങ്ങളെ അറിയത്ത് പോലുമില്ല. ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് അങ്കിളിൻ്റെ വീട് തന്നു, റൂം തന്നു, അവിടെ ഞങ്ങൾക്ക് ഫുഡ് തന്നു, പിന്നെ ഞങ്ങൾക്ക് അങ്കിളിൻ്റെ വണ്ടി തന്നു, ഒരു ഡ്രൈവറിനെ ഏർപ്പാടാക്കി തന്നു. ആ ഡ്രൈവറാണ് ഞങ്ങളെ കൊണ്ട് VFSലോട്ട് പോയത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഡൽഹി കൊണ്ടുപോയി കാണിച്ചു. ഞങ്ങൾക്ക് അത്രയും വലിയൊരു സൗഭാഗ്യം തന്നത് അത് ശരിക്കും മാതാവ് ഒരു ദൈവദൂതനെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി തന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരാളെ ഞങ്ങൾക്ക് അവിടെ തരേണ്ടതല്ല. മനോജ് അങ്കിൾ എന്നാണ് അങ്കിളിൻ്റെ പേര്. ആ അങ്കിളിനോട് എന്നും നന്ദി മാത്രമേ ഉള്ളൂ. ആ അങ്കിൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന അത്രയും വലിയ ഉപകാരങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്മൂത്തായിട്ട് ഡൽഹിയിൽ പോയി വിസയൊക്കെ വെച്ചു. വിസ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ
ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, ദൈവമേ വിസയിന് റിജക്ഷനൊക്കെ ആവുമോ, അങ്ങനത്തെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ വന്നത്. പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ എന്തായാലും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് എന്താണെങ്കിലും വിസ കിട്ടും. കാരണം എൻ്റെ വിസ കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും വിസ വരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പോയി വിസ വന്നു. അപ്പോൾ വിസയുടെ നമുക്കിങ്ങനെ VFSൻ്റെ സൈറ്റ് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വിസ അപ്രൂവ്ഡ് ആയോ റിജക്റ്റഡ് ആയോ എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ഞാൻ സൈറ്റ് എടുത്ത് നോക്കുമ്പം ഇവരുടെ 2 പേരുടെ വിസ അപ്രൂവ്ഡായി. എൻ്റെ വിസ മാത്രം വിസയുടെ നമ്പറും ഇല്ല, ഒന്നുമില്ല. റിജക്റ്റഡ് ആണെന്നും കാണിക്കുന്നില്ല, അപ്രൂവ്ഡ് ആണെന്നും കാണിക്കുന്നില്ല, സ്റ്റിൽ വെയിറ്റിംഗ്, പ്രോസസ്സിംഗ് എന്ന് മാത്രം കാണിക്കുക. പിന്നെ എനിക്ക് ടെൻഷൻ. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് വെച്ചു, ഞങ്ങൾ 4 പേര് ഒരുമിച്ച് വെച്ചു, എനിക്ക് മാത്രം വിസ വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ എനിക്ക് മാത്രം വിസ വരാത്തെ. അപ്പം അതായിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ആദ്യത്തെ ദിവസമല്ലേ, 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് വരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വേറൊരു കൊച്ചിനോട് ചോദിച്ചു. ആ കൊച്ച് ഞാൻ വെച്ച് കഴിഞ്ഞിട്ടാണ് ആ കുട്ടി വിസയ്ക്ക് വെച്ചത്. ആ കുട്ടിയുടെ വിസ അപ്രൂവ്ഡായി, എൻ്റെ വിസ മാത്രം അപ്രൂവ്ഡ് ആവുന്നില്ല. എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ എന്നിട്ട് ടെൻഷനായെങ്കിലും പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ടെൻഷനുണ്ട് പക്ഷേ കോൺഫിഡൻസ് ആണ്. കാരണം മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചതാണ് എൻ്റെ പാസ്പോർട്ട്. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും അതിനൊരു ഉത്തരം തരും, മാതാവ് എനിക്ക് അപ്രൂവ്ഡ് ആക്കി തരും എന്നുള്ളൊരു വിശ്വാസമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇവരെന്നെ വിളിച്ച് ചോദിക്കും, ഇടയിൽ നിനക്ക് ടെൻഷനുണ്ടോ, കുഴപ്പമുണ്ടോ? കാരണം ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് പഠിക്കണം, എക്സാമിനോടും കൂടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം അത്. അപ്പം ഞാൻ പറയും ഇല്ലടി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഞാൻ ഓക്കെയാണ്, എനിക്കെന്തോ ഒരു വിശ്വാസമുണ്ട് എനിക്കത് വരും. കാരണം മാതാവ് എനിക്ക് തന്നതാണ് എപ്പോഴും ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറയും. പിന്നെ ഇവരാണെങ്കിലും വിളിച്ചിട്ട് പറയും ഇടി ഞങ്ങളെക്കാളും കൂടുതൽ വിസ വരാൻ നിനക്കാണ് ചാൻസ് കൂടുതൽ. കാരണം നിൻ്റെയാണ് വിസ കൊണ്ടുപോയി പാസ്പോർട്ട് കൊണ്ടുപോയി മാതാവിൻ്റെ മുന്നിലും അച്ഛൻ കൊണ്ടുപോയി വെച്ചത്. അപ്പം നിൻ്റെ വിസ എന്തായാലും വരും, നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇവരുടെ വിസ ഏജൻസിയിൽ വന്നു, എൻ്റെ വിസ പ്രോസസ്സിങ് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുക. വിസയ്ക്ക് യാതൊരു മാറ്റമില്ല. ഇവർ 2 വിസ വന്നു, എൻ്റെ വിസ വന്നില്ല. അപ്പം എനിക്ക് ചെറിയ ടെൻഷനായി തുടങ്ങി. ഞാൻ വിചാരിച്ചു മാതാവേ ഇതെന്താ ഇങ്ങനെ, എനിക്ക് മാത്രം വിസ വരാത്ത, ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നെ മറന്നു പോയോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുക മാതാവിൻ്റെ അടുത്ത്. അന്ന് ഞാനിങ്ങനെ ഉടമ്പടി അപ്പം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ദീപാവലിയുടെ ഹോളിഡേയ്സ് ഒക്കെ ആയിരുന്നു ഡൽഹിയിൽ. അപ്പോൾ ദീപാവലിയുടെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് അവിടെ VFSും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. ആ സമയത്ത് ഞാൻ പിന്നെ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ അന്ന് ഒരു ചൊവ്വാഴ്ചയാണ് ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടുക. ആ ഉടമ്പടി ധ്യാനം കൂടിയ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല, എൻ്റെ കയ്യിൽ ആകെയുള്ളത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പികൾ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പാസ്പോർട്ടിൻ്റെ എല്ലാ കോപ്പിയും എടുത്ത് വെച്ച് അതിൽ നമ്മുടെ വെഞ്ചരിച്ച തൈലവും ഉപ്പും ഒക്കെ ഞാൻ വിതറി ഞാനിങ്ങനെ ധ്യാനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് വിസയ്ക്ക് വെച്ചിരിക്കുന്ന മക്കൾക്ക് വിസ അപ്രൂവായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിശ്വസിച്ചു ഇതെൻ്റെ വിസ അപ്രൂവായി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ ദിവസം നമുക്ക് വിസയുടെ അപ്രൂവലൊന്നും കാണാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം ഞാൻ വിസയുടെ സൈറ്റ് എടുത്ത് നോക്കിയപ്പം എൻ്റെ വിസ അപ്രൂവ്ഡ് ആയെന്ന് കണ്ടു. അങ്ങനെ ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് ഉറപ്പുണ്ട് ആ വിസ അന്ന്, കാരണം അത്രയും ദിവസം ദീപാവലിയുടെ ഹോളിഡേയ്സാണ്, ആ വിസ ഓഫീസിൽ ആരും ചെന്നിട്ടില്ല, ചൊവ്വാഴ്ചയും ലീവാണ്. അപ്പോൾ എനിക്ക് ആ വിസ അടിച്ചു തരണമെങ്കിൽ ആരാ? അത് മാതാവാണ്. ആ മാതാവ് തന്നെ ചെന്ന് എൻ്റെ വിസ എനിക്ക് അപ്രൂവ് ആക്കി തന്നുകൊണ്ട് എനിക്ക് ആ വിസ അപ്രൂവ്ഡ് ആയത്. അപ്പോൾ ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നു, എനിക്ക് മാതാവ് ആ വിസ എനിക്ക് അടിച്ചു തന്നെന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദിവസങ്ങൾ അപ്പം ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കൃപാസന റാലിക്ക് എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസന റാലി കൂടാൻ പറ്റണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും. അപ്പോൾ ഇവർക്ക് ഓൾറെഡി വിസ വന്നു, അപ്പോൾ ഇവർക്ക് അങ്ങനെ പറയാം, എനിക്കിത് പറയാൻ പറ്റണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ കൃത്യം കൃപാസന റാലി വരുന്നത് ഒക്ടോബർ 25 എൻ്റെ വിസ നമ്മുടെ നാട്ടിലെ ഏജൻസിയിൽ വരുന്നത് ഒക്ടോബർ 24 അങ്ങനെ കൃത്യം കൃപാസന റാലിയുടെ തലേ ദിവസം എൻ്റെ വിസ അപ്രൂവ്ഡായി. ഞാൻ ഇവിടെ നന്ദി പറഞ്ഞാണ് ഞാനിവിടെ കൃപാസന റാലി കൂടാൻ വന്നത്. ഞാനങ്ങനെ കൃപാസന റാലി കൂടാൻ വന്നപ്പോൾ ഞാനിതിൽ കയറി വരിക. അപ്പോൾ ഞാനിവിടെ മാതാവിനോട് ഈശോയോട് നോക്കി പറയുകയാണ് എനിക്കിവിടെ ഈ ആൾക്കാരെ വന്ന് എനിക്കെൻ്റെ കൂട്ടുകാരെയും കൂട്ടി വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം കൂടെ മാതാവ് ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ വിസ വന്നു. കൃപാസന റാലിയിൽ ഞങ്ങൾ 3 പേരും നന്ദി ചൊല്ലി പ്രാർത്ഥിച്ചു, പങ്കെടുത്തു. ഈ നവംബർ 18 ഞങ്ങൾ ഡേറ്റ് എടുത്തു, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് നവംബർ 23-നും 29-നുമാണ് ഞങ്ങൾക്ക് എക്സാം വരുന്നത്. അതിന് മാതാവ് എന്തായാലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇത്രയും മാതാവ് എത്തിച്ചു. കാരണം എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. കാരണം ഞങ്ങളുടെ OET എക്സ്പയർ ആയി, എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഈ അയർലൻഡിന് പോകുന്നതെന്ന് എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നത്. എല്ലാവർക്കും ഒരു അത്ഭുതം. കാരണം ഞങ്ങൾ പഠിക്കാൻ ചെന്നിടത്താണെങ്കിലും ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അതിന് OET 1 മാസം കൂടെ അല്ലേ ഉള്ളൂ, നിങ്ങളുടെ ജോബ് ഓഫർ ലെറ്റർ പോലും വന്നിട്ടില്ല, ഇനി നിങ്ങൾ എങ്ങനെ പോകാനാണ്, ഏജൻസിക്കാർ പറ്റിക്കുന്നതായിരിക്കും എന്നൊക്കെ അവർ ഞങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ DL വരെ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം അവരോട് ഞങ്ങൾ പറയുന്നെങ്കിലും അവർ പറയുന്നത് അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, ഏജൻസിക്കാർ വെറുതെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ മെയിൽ വന്നു, ഞങ്ങളുടെ എക്സാമിൻ്റെ മെയിലിൻ്റെ സമയത്ത് അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങളുടെ DLൻ്റെ വാലിഡിറ്റി മാത്രമേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ, OET-നെ കുറിച്ച് അവർ മെൻഷൻ പോലും ചെയ്യുന്നില്ല, DL മാത്രമേ അവർ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് നന്ദി.
പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പത്രം കൊടുക്കാൻ ഭയങ്കര മടിയാണ്, ഇപ്പോഴും ചെറിയ മടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ പത്രം കൊടുക്കാനായിട്ട് ആദ്യമേയൊക്കെ പള്ളിയിൽ തന്നെയായിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ ഒരു തവണ പറഞ്ഞു, ഈ പള്ളിയിൽ തന്നെ കൊടുത്തിട്ട് എന്താ കാര്യം, അവിടെയുള്ള എല്ലാവരും തന്നെ കൃപാസനത്തിനെക്കുറിച്ചും എല്ലാം കേട്ടിട്ടുണ്ട്, കേൾക്കാത്തവരെയാണല്ലോ നമ്മൾ ഇത് അറിയിക്കേണ്ടത്. അങ്ങനെ ഭയങ്കരമായിട്ടും ധൈര്യം സംഭരിച്ച് ആകെ ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു കൊടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോയി ആണ് പത്രമൊക്കെ കൊടുത്തത്. കുറേ ആൾക്കാരൊക്കെ റിജക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താ ഇവരിങ്ങനെ. പിന്നെ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, റിജക്ഷനൊക്കെ വരുന്നതാണ് നല്ലത്, നമുക്കെന്നാലേ കുറച്ചും കൂടെയൊക്കെ മാതാവിനെക്കുറിച്ച് മാതാവിനൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കണമല്ലോ, മാതാവിനെ നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷ്ന, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ ഇതുപോലെ തന്നെ ഒത്തിരി പ്രാർത്ഥിച്ചും ഉടമ്പടിയിൽ ജീവിച്ചുമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഗ്രഹം ലഭിച്ചത്. ഉടമ്പടിയിലേക്ക് വരാൻ കാരണം അൻമരിയെ പറഞ്ഞതുകൊണ്ടും മാത്രമല്ല, അവൾ ജോലിക്ക് വേണ്ടി അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പണ്ട് തൊട്ടേ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈശോയോടാണ് ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. മാതാവിനോട് സംസാരിച്ച് മാതാവിലൂടെ ഈശോയെന്നൊരു കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളത്, മീൻസ് നേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ള കാര്യമല്ല. അപ്പം മാതാവിലേക്ക് കുറച്ചുകൂടെ എങ്ങനെ വിശ്വാസപൂർണ്ണമായിട്ട് മാതാവിലേക്ക് അടുക്കാം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അത് സാധിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാതാവിനെ കുറച്ചുകൂടെ അറിയാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. ഉടമ്പടി ഇവർ രണ്ടുപേരും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു, ഞാൻ വേറൊരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഓൾറെഡി ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കാരണം ഞാൻ എങ്ങനെ ജോലി ചെയ്ത്, മീൻസ് എത്ര എഫേർട്ട് ഇട്ട് ജോലി ചെയ്താലും എങ്ങനെ പോയാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാ ആഴ്ചയും ഉണ്ടാവും. എന്നും എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ, 2 എക്സ്പ്ലനേഷൻ, അങ്ങനെ എന്നും എക്സ്പ്ലനേഷൻ, എല്ലാ മാസവും എക്സ്പ്ലനേഷനായിട്ട് ഡയറക്ടർ അച്ഛനെ കാണാൻ പോവുക, അങ്ങനെ എന്നും എനിക്ക് പ്രശ്നങ്ങളായിരുന്നു എൻ്റെ ജോലിയിൽ. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ വരെ പറയുമായിരുന്നു, ആഷിന് കൂടെ ഉണ്ടെങ്കിൽ വാർഡിൽ എന്നും തിരക്കാ, എന്നും പ്രശ്നങ്ങളാ, അങ്ങനെ എന്നും അവരെന്നെ കുറ്റപ്പെടുത്തി പറയുമ്പം ഒക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ടാണ് കുർബാനയിൽ കൂടുതലായിട്ട് പങ്കെടുക്കാൻ തുടങ്ങിയത്. പണ്ടും കുർബാനയിൽ പങ്കെടുക്കും, കൊന്ത ചൊല്ലും, അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തെ കാണാൻ തുടങ്ങിയത് ഉടമ്പടി എടുത്തേ പിന്നെയാണ്. കൊന്ത ചെല്ലുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ ചെല്ലുമ്പം അത് എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കി ചെല്ലാൻ തുടങ്ങിയത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലവും കാശുരൂപമൊക്കെ എന്നും എൻ്റെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ പയ്യെ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. പയ്യെ എൻ്റെ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഉടമ്പടി തൈലവും ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ഇതുകൂടാതെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഉടമ്പടി എടുത്തത് വഴി എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മമാരൊക്കെ ഒരു ദിവസം 5ഉം 6ഉം കൊന്തകളൊക്കെ ചൊല്ലി കാണാറുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായിരുന്നു. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് കൊന്ത ചെല്ലാനും അല്ലെങ്കിൽ മാതാവിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ദിവ്യബലിയിലായാലും പല വിചാരം കൂടാതെ പങ്കെടുക്കാനൊക്കെ, കാരണം ഉടമ്പടിയിലാണല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഇത്രയും കൊന്ത ചൊല്ലി തീർക്കുന്നുണ്ട്, നമുക്ക് ഒരു കൊന്ത തന്നെ ചൊല്ലി തീർക്കാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ആത്മീയമായിട്ട് കുറേ വളരാനായിട്ട് സാധിച്ചു. അത് വലിയൊരു മാറ്റമാണ്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ കിട്ടി പോകാൻ സാധിക്കാമെന്ന് പറഞ്ഞ് തന്നെ അത് വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് മാതാവിനോട് മാധ്യസ്ഥം വഹിച്ചത് കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. അപ്പോൾ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുവാണ് ഇതിന്. പ്രഭാഷകൻ 2:5-6 തിരുവചനങ്ങൾ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. ആൻമരിയ, ഏഞ്ചൽ, ആഷ്ന എന്നീ 3 മക്കൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവത്തെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആൻമരിയ ഇടുക്കിയിലുള്ള മകളാണ്, ഏഞ്ചൽ തൃശ്ശൂരുള്ള മകളാണ്, ആഷ്ന എറണാകുളത്തുള്ള മകളാണ്. അവരൊരുമിച്ച് പഠിച്ചു വരികയും 3 ഇടങ്ങളിലുള്ളവരാണെങ്കിലും ഒരു മനസ്സോടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ആ സൗഹൃദത്തിൽ എത്ര കണ്ട് ആത്മീയ വളർച്ചയ്ക്ക് അവരെ സഹായിച്ചുവെന്ന് കൂടി സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്.
ആദ്യം ഉടമ്പടിയിലേക്കല്ല അവർ വന്നത്. അവർ അവരുടെ ബന്ധുക്കളിലൂടെ ഉടമ്പടിയെക്കുറിച്ച് അറിയുകയും അമ്മ മാതാവിൻ്റെ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ഉടമ്പടിയുടെ ജീവിതക്രമത്തെ ഒന്ന് പരിചയപ്പെടുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പഴയ ജീവിതത്തിൽ നിന്ന് എത്ര കണ്ട് അമ്മ മാതാവ് അവരെ കരം പിടിച്ച് നടത്തുകയും വിശുദ്ധ ബലിയിൽ, വിശുദ്ധ കുംഭസാരത്തിൽ, കാരുണ്യ പ്രവൃത്തികളിൽ, പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ എത്ര കണ്ട് മക്കളെ ആഴപ്പെടുത്തി നയിച്ചുവെന്ന് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി എടുത്താലുടനെ അപ്പോൾ തന്നെ കാര്യങ്ങൾ സാധിക്കുക എന്നത് പലപ്പോഴും നമ്മുടെ അതിമോഹമാണ്. നമ്മൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വലിയ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ വലിയ നിയോഗങ്ങൾക്ക് ചേർന്ന വിധം ജീവിതത്തെ ദൈവസന്നിധിയിൽ ശുദ്ധീകരിച്ച് കൊടുക്കുക എന്നൊരു പ്രക്രിയ കൂടി അതിനകത്തുണ്ട്. മക്കൾ തന്നെ പലപ്പോഴും അത് അവരുടെ വാക്കുകളിൽ പറയുന്നുണ്ട്. അൻമരിയ നന്നായി തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അവിടെ ഉടമ്പടി എടുത്ത ആദ്യത്തെ നാളുകളിൽ തന്നെ അതൊരു സന്ദേശം ലഭിച്ചിരുന്നു. ഡിസംബറിന് മുമ്പ് വിദേശത്ത് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുമെന്ന. പിന്നീട് അച്ഛനെ വന്ന് കാണുമ്പോൾ അച്ഛൻ മകളോട് ആവർത്തിച്ച് സന്ദേശം കൊടുത്തിരുന്നു, OET തീരുന്നതിന് മുമ്പ് നിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുമെന്ന്. എന്നാൽ മകൾ പറയുന്നുണ്ട്, ഞാനത് അത്ര കണ്ട് വിശ്വസിച്ചെടുത്തിരുന്ന ഒരാളല്ല. അതുകൊണ്ട് ആ OET കാലം തീരുന്നത് വരെ കാത്തിരിക്കുവാനുള്ള ഒരു സന്മനസ് പോലും ഇല്ലാതെ ജർമ്മൻ ഭാഷ പഠിക്കുവാൻ പോവുകയും അവിടെ അത് വലിയ പ്രയാസമായി തീർന്നപ്പോൾ അതും ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ അമ്മ മാതാവിൻ്റെ അരികിൽ ശരണപ്പെട്ട് കണ്ണീരോടെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്തുവെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി വാഗ്ദാനങ്ങൾ നേടിത്തരുവാൻ വേണ്ടി ഈശോ നമുക്ക് നൽകിയൊരു ജീവിതക്രമമാണ്. നമ്മൾ അറിയാം, ഉടമ്പടി ജീവിക്കുന്ന മക്കൾക്ക് നന്നായിട്ടറിയാം, അത് വെറുതെ എന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലി തീരുന്നതല്ല. മറിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ജീവിതത്തിൻ്റെ താല്പര്യങ്ങളെ, ഇടപെടലുകളെ, കാഴ്ചപ്പാടുകളെ, ബന്ധങ്ങളെ അതൊക്കെയും വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിന് ഉടമപ്പെടുത്തിക്കൊണ്ട് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ജീവിതക്രമമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നത്, വേഗത്തിൽ അനുഗ്രഹം ലഭിക്കുന്നത്, ഉറപ്പായും അനുഗ്രഹം ലഭിക്കുന്നത്. കാരണം നമ്മൾ അത്ര കണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്യുന്നവരാണ്. കേവലം ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും 1, 2, 3 കാര്യങ്ങൾ ചെയ്ത് പോകുന്നത് ഉടമ്പടി ജീവിതമല്ല. ഉടമ്പടി ജീവിതം അത് വിശ്വസ്തതയുള്ള ബന്ധത്തിൻ്റെ ജീവിതമാണ്. ഈ മക്കളുടെ വാക്കുകളിൽ അവർ ആ സാക്ഷ്യം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ എത്ര കണ്ട് അമ്മ മാതാവുമായി വിശ്വസ്തതയുള്ള ബന്ധത്തിൽ വളരുവാൻ, അമ്മ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ, ഈശോപ്പന് കൂടെ നിന്ന് സഹായിക്കുമെന്ന് ഉറപ്പോടുകൂടി ജീവിക്കുവാൻ ഈ മക്കളെ ഉടമ്പടിയിലൂടെ ഇവരെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കൃത്യമായ സന്ദേശം മക്കൾക്ക് ലഭിക്കുന്നത്. ഡെയിലി ബ്രെഡിൽ കൃത്യമായ സന്ദേശം മക്കൾക്ക് ലഭിക്കുന്നത്. ഉടമ്പടിയിൽ അനുഗ്രഹമായി ലഭിക്കുന്ന ദൂതന്മാരുടെ സംരക്ഷണം മക്കൾ അറിയാത്തൊരു നാട്ടിൽ കാണാത്തൊരു വ്യക്തിയിലൂടെ പൂർണ്ണമായ സംരക്ഷണം നൽകിക്കൊണ്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ അച്ഛൻ മകൾക്ക് നൽകിയിരുന്ന സന്ദേശം ഡിസംബറിന് മുമ്പ് നീ വിദേശത്തെത്തും, അയർലൻഡിലെത്തുമെന്ന് കൊടുത്ത സന്ദേശം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് 18-ാം തീയതി മക്കൾ ഈ നവംബർ 18-ന് വിദേശത്തേക്ക് യാത്ര പോകുന്നത്. ഓരോന്നും ക്രമീകരിക്കപ്പെട്ടുകൊണ്ട് ശുദ്ധീകരിക്കേണ്ടത് മുഴുവനും ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ അമ്മ മാതാവിനും ഈശോയ്ക്കും സ്വന്തമാക്കുവാൻ തക്കവിധം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയിട്ടാണ് ഉടമ്പടിയിൽ എപ്പോഴും അനുഗ്രഹം കൈമാറുക. കേവലം ഇവിടെ ഒരു ജോലിയോ, ഇവിടെ പരീക്ഷയ്ക്കൊരു വിജയമോ, ഇവിടെ കുടുംബത്തിൽ സാമ്പത്തികമായ മെച്ചമോ, കടബാധ്യതകൾ ഇളവോ നൽകിയത് കൊണ്ട് ദൈവത്തിന് പ്രയോജനമൊന്നുമില്ല. ദൈവത്തിന് പ്രയോജനമുള്ളത് നിൻ്റെ ആത്മാവിനെ ദൈവത്തിന് കിട്ടുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ അവിടത്തേക്ക് സ്വന്തമാകുമ്പോൾ മാത്രമാണ്. അതാണ് ഉടമ്പടിയിൽ ആത്മാവിനെ ദൈവത്തിന് കിട്ടുവാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിച്ചൊരുക്കുമ്പോഴാണ് ഓരോ അനുഗ്രഹത്തിനും വിലയുള്ളതാവുക, ഓരോ അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് ലഭിച്ചുവെന്ന് പറയുന്നതാവുക. ഈ മക്കൾക്ക് ആ ഒരു ബോധ്യത്തിലേക്കാണ് ഈ നാളുകളിൽ അമ്മ മാതാവും ഈശോയും നയിക്കുകയും ഈ മക്കളുടെ പ്രാർത്ഥനകളെ അനുഗ്രഹമാക്കിക്കൊണ്ട് ഉടമ്പടി നിയോഗങ്ങൾ ഈ മക്കൾക്ക് അനുവദിച്ച് നൽകിക്കൊണ്ട്
ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ ഈ മക്കളെ ഇപ്പോൾ നയിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യാശയോടുകൂടി അമ്മയുടെ കരങ്ങളിൽ ജീവിതങ്ങളെ ഏൽപ്പിക്കാം. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ കുറവോ പോരായ്മയോ ഉണ്ടെങ്കിൽ തിരുത്തുന്നതിന് നമുക്ക് തയ്യാറാവാം. ഉടമ്പടിയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിശ്വസ്തതയുള്ള ജീവിതം നയിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷത്തോടെ ഓരോ ദിവസവും ഉണരുകയും മുന്നേറുകയും ചെയ്യാം. ഈ മക്കൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.